അതിനുള്ളിൽ കേൾക്കുന്നില്ലേ? കേക്കാം കേക്കാം. ഓക്കെ ഓക്കെ. അപ്പോ ആ സംഭവം ഇപ്പൊ ലൂസായിരിക്കും. അതിനുള്ളിൽ സാധനങ്ങൾ ഉണ്ടാവും. നമ്മൾ അധികം ഞാൻ ബാറിൽ പോയിട്ട് മദ്യപിക്കൽ വളരെ കുറവാണ്. സാധനം സ്റ്റോക്കിങ്. അതുകൊണ്ടാണ് ഗുണം എന്ന് വെച്ചാൽ പുറത്തുള്ള ഒരു സ്റ്റോറിയിൽ നേരെ വന്ന് നമ്മളൊരു കശുമാൻ തോട്ടത്തിൽ ഇരുന്നിട്ട് സാധനങ്ങൾ വാങ്ങി സാധനങ്ങൾ എടുക്കും, കുടിക്കും, പുറത്തുനിന്ന് പാർസൽ വാങ്ങിക്കും, കുടിക്കും. അങ്ങനെ ഈ കുടിയന്മാരുടെ കൂടി ജീവിച്ച് 25 വർഷക്കാലം ഏകദേശം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഞാൻ നല്ല ഒരു മദ്യപാനിയായി. ചിലവർ പറയലുണ്ട് അച്ഛൻ മദ്യപിക്കുന്നത് കണ്ടാല് മക്കൾ അതിലേക്ക് പോകില്ല എന്ന് പറയുന്നവരുണ്ട്. ചിലവർ പറയും ഓന്റെ അച്ഛൻ കുടിയനാണ് പിന്നെ എങ്ങനെ ഒന്ന് നന്നാവെന്ന് പറയും. രണ്ടർത്ഥത്തിലും അറിയാം. അപ്പൊ ചിലർ പറയും അച്ഛന്റെ കുടി കണ്ടിട്ടെങ്കിലും മക്കൾ നേരെയാവണം എന്ന് പറയുന്നവരുണ്ട്. ചിലവർ ഞാൻ നേരത്തെ പറഞ്ഞൊക്കെ പറയും അതെങ്ങനെ നേരാവാനാണ് അതിന്റെ അച്ഛൻ കാണുന്നില്ലേ പറയും. എന്തായാലും ഞാൻ അച്ഛന്റെ പാതയാണ് പിന്തുടർന്നത്. അച്ഛൻ നല്ലൊരു കുടിക്കാരനായിരുന്നു. കുടിക്കാരെന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ എന്റെ അച്ഛനെ മരിച്ചൊരു വ്യക്തിയെ കുറ്റം പറഞ്ഞാൽ ശരിയല്ല. എന്റെ അച്ഛൻ മരിച്ചിട്ട് ഇപ്പോ 21 വർഷത്തോളായി. മരിച്ച വ്യക്തിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എങ്കിലും അച്ഛൻ വളരെ എന്റെ ഓർമ്മയിൽ തന്നെ വളരെ ചെറുപ്പത്തിൽ തന്നെ അച്ഛന് ജീവിതത്തിൽ നമുക്കൊരു സുഖം തന്നിട്ടുണ്ട്. കാരണം അച്ഛന്റെ പണിക്ക് പോകും, അച്ഛൻ വൈകുന്നേരം മദ്യപിച്ച് വരും, വീട്ടിൽ കലഹമുണ്ടാകും, അമ്മേനെ അടിക്കും, ചോറിന്റെ അടുപ്പത്ത് നിന്നൊക്കെ തിളക്കുന്നെല്ലാം കാണും. അത് കുടിക്കാൻ നമുക്ക് യോഗം ഉണ്ടാവില്ല. അപ്പോഴൊക്കെ അച്ഛൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ അമ്മ ഈ പ്രശ്നം ഉണ്ടാക്കും. ആ ചോറ് എടുത്തിട്ട് തൊട്ടപ്പുറം വയലാണ്, ഈ പണ്ട് മൺകലത്തിലാണ് ചോറ് വെക്കൽ, ഇതെടുത്ത് പുറത്തേക്ക് ചാടും. അപ്പോൾ അത് ആ വയലിൽ വെച്ചിട്ട് ഈ തീ ഇങ്ങനെ ചോറിന്റെ ആവി പതക്കുന്ന കാണും. നമുക്ക് കഴിക്കാൻ സാധിക്കും. അത്രമാത്രം നമ്മളെ കഷ്ടപ്പെടുത്തി. അച്ഛന്റെ ഏട്ടനെല്ലാം അത് പരമാവധി മുതലെടുത്തു. അവരെല്ലാം അച്ഛന്റെ സ്വത്തെല്ലാം എഴുതി വാങ്ങി. അച്ഛൻ്റെ ഇതിലൊന്നും താല്പര്യമില്ല. എല്ലാം അച്ഛനോട് സന്തോഷമായിട്ട് എഴുതി വാങ്ങി. അച്ഛൻ നല്ലോണം മദ്യപിക്കും. അങ്ങനെ അവരൊക്കെ അത് വീണത് രീതി ചെയ്തു. നമ്മൾ മറക്കാൻ പറ്റാത്ത 6 ആൺമക്കൾ, 6 മക്കള്, 4 പെണ്ണും 4 ആണും 2 പെൺമക്കളും. നമ്മൾ വളരെ കഷ്ടപ്പെട്ട് ഇതായിട്ട് തന്നെയാണ് വളർന്നത്. പക്ഷെ എങ്കിലും അത് കുറച്ച് വളർന്ന് ലെവലാകുമ്പോഴത്തേക്ക് നമ്മൾ അത് മറന്നു. അച്ഛന്റെ പാത തന്നെ പിന്തുടർന്നു. ഞാനും എന്റെ ഏട്ടന്മാരും. എന്റെ അനിയും കുടിക്കില്ല. അപ്പൊ അച്ഛൻ ശരിക്കും പറഞ്ഞാൽ അച്ഛൻ്റെ നമ്മൾക്ക് കുറച്ച് കവുന്തോട്ടമുണ്ട്. അച്ഛൻ്റെ എന്ന് വെച്ചാല് ഈ കവുങ്ങൊക്കെ ഇവിടെ പാട്ടം കൊടുക്കുവാന്ന് പറയും. അങ്ങോട്ട് എന്ത് പറയുന്ന എനിക്കറിയില്ല. അടക്കൽ മുൻകൂട്ടി പാട്ടം കൊടുത്തിട്ട് ഒരു എമൗണ്ട് വാങ്ങും അവർക്ക് പറിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അന്ന് ഒരു 25 വർഷം മുമ്പേ അച്ഛൻ 18,000 റുപ്യക്ക് എന്റെ മുമ്പിൽ വെച്ചാണ് അച്ഛൻ 18,000 റുപ്യക്ക് പാട്ടം കൊടുത്തിട്ട് ഈ പൈസ അച്ഛൻ്റെ ഇത് വെച്ചാൽ അച്ഛൻ ചീട്ട് കളിയുണ്ട്. നല്ല മത്ത് കൊണ്ടുപോയി ചീട്ട് കളിച്ചിട്ട് ഫുൾ പൈസ കളഞ്ഞു. വളരെ ചെറുപ്പത്തിൽ, അത്ര ചെറുപ്പത്തിൽ അച്ഛൻ ആ പൈസ കളഞ്ഞു. എന്റെ ചെറുപ്പത്തിൽ അത്ര പോലും എന്തെല്ലാം എല്ലാ ദുശീലങ്ങളും അച്ഛനുണ്ടായി. അവസാനം അച്ഛൻ അങ്ങനെ തന്നെ അച്ഛന് കടം കയറി അച്ഛൻ ആത്മഹത്യ ചെയ്യേണ്ട കേട്ടോ പോന്നു. എന്നോട് അച്ഛൻ ചോദിച്ചു, ഒരു പ്രായം അച്ഛനോട് ചോദിച്ചു, നളി പിന്നെ ഇത്ര റുപ്യ കടമുണ്ട്, നിന്റെ കയ്യിലൊന്നും കൊണ്ടോ? അപ്പൊ അച്ഛനപ്പത്തെ എല്ലാം നശിച്ച് അങ്ങെത്തി ഉണ്ടോ? ഞാൻ പറഞ്ഞു, അപ്പൊ ഞാൻ എന്റെ സ്വാർത്ഥ ഞാൻ പറഞ്ഞു എന്റെ കയ്യിൽ പൈസയില്ല. അപ്പൊ എന്റെ കയ്യിൽ പൈസ അച്ഛനറിയാം. ഞാൻ എന്തായാലും പൈസ സൂക്ഷിക്കേണ്ട വിഷയമാണ്. അപ്പൊ അച്ഛൻ എന്റെ കയ്യിൽ പൈസ ഇല്ല, പക്ഷെ എനിക്ക് അച്ഛൻ പൈസ ആണെങ്കിൽ ഈ സ്ഥലം എനിക്ക് എഴുതി തരണം. കാരണം അച്ഛൻ 6 മക്കളാണ്, ഞാനാണ് ഈ പൈസ കടന്നു വെക്കുന്നത്, എനിക്ക് എഴുതി തരണം. അപ്പൊ അച്ഛൻ പറഞ്ഞു അതെനിക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം അത് ഞാൻ അവരോട് ചെയ്യാൻ ചതിയാന്ന് പറഞ്ഞു. അച്ഛൻ അങ്ങനെ ഒരു അച്ഛന്റെ മരണത്തിൽ ഞാൻ കുളിച്ചു. അങ്ങനെ അച്ഛൻ മദ്യത്തിൽ വിഷം കഴിച്ചാണ് അച്ഛൻ മരിക്കുന്നത്. അത് അത്ര പോലും കടം കയറ്റി. അത് അവസാനം എനിക്ക് പശ്ചാത്താപം വന്നു. പിന്നെ ഞാൻ തന്നെയാണ് പിന്നെ അച്ഛൻ, എനിക്കത് വിഷമായി. എന്റെ മടിയിൽ വെച്ചിട്ട് എന്റെ അച്ഛൻ മരിക്കുന്നത്. അച്ഛൻ പറമ്പിൽ വെച്ച് പിന്നെ വിഷം കഴിക്കുന്നത്. ഞാൻ പിന്നെ ഒരു പറമ്പിലേക്ക് പോകുന്ന സമയത്ത് അച്ഛൻ നൊരയും പറയും വന്ന് കിടക്കുന്നത്. ഞാൻ എന്റെ മടിയിൽ വെച്ചാണ് എന്റെ അച്ഛൻ. എന്നെ അത് വല്ലാണ്ട് ഇതായി. എങ്കിലും കുടിന്ന് മാറിയെന്നല്ല, ഞാൻ ശേഷം പല രീതിയിലായാലും അച്ഛൻ്റെ ഉണ്ടാക്കിയ കടങ്ങളൊക്കെ തീർത്തു, പെങ്ങളെ കല്യാണം കഴിപ്പിച്ചു വിട്ടു. അതെല്ലാം കൊണ്ട് തന്നെ പിന്നെ എന്നെ എന്റെ ഏട്ടന്മാരെല്ലാം കൂടി എന്നെ വലിയേട്ടനാക്കി മാറ്റി വെച്ചു. എനക്കെന്ത് പറയാൻ സ്വാതന്ത്ര്യം. ഞാൻ മദ്യപിച്ച് അവർ പ്രശ്നമാക്കൂല. അപ്പൊ എല്ലാം ഞാൻ ചെയ്യും. ആ തരത്തില് പിന്നെ വീട്ടിൽ ഉണ്ടായ ആദായം ഞാൻ തന്നെ ഉപയോഗിക്കും. ഞാൻ തന്നെ ഇന്നും ഇത്രയും വർഷമായിട്ട് എന്റെ ഏട്ടനൊക്കെ സ്ഥലം എഴുതി കൊടുത്തു. ഏട്ടന്റെ സ്ഥലത്തെ ഈ അടക്ക വേറെ ഞാനാ ഇപ്പൊ ഉപയോഗിക്കുന്നത്. എന്റെ അമ്മയെ നോക്കുന്നുണ്ട് പറഞ്ഞിട്ട് ഏട്ടൻ വരെ അനുഭവം എടുക്കില്ല, ഞാനാ ഇപ്പൊ ഉപയോഗിക്കുന്നത്. കാരണം അത്ര പോലും എനിക്ക് ഒരു സ്വാതന്ത്ര്യം തന്ന്. അങ്ങനെ ഏട്ടൻ എല്ലാവരും കുടിക്കാതെ തന്നെയാണ്. ഞാൻ പറഞ്ഞിരുന്നത് എല്ലാവരും പാരമ്പര്യമായി കുടിയിലേക്ക് അകപ്പെട്ടു. എന്റെ അമ്മയൊക്കെ വളരെ കഷ്ടപ്പെട്ടു. എന്റെ അമ്മക്ക് ഇന്നലെ 10, 75, 78 വയസ്സുണ്ട്. ആ പാവം അമ്മ അച്ഛനെ കൊണ്ടോ ദുരിതമായി. എന്ന മക്കളങ്ങ് നേരെയാവും. എന്ത് രക്ഷ, ഒരാളുമില്ല. അതാണ് എന്തോ ഒരു
ഇതൊരു രോഗമാണെന്നുള്ളത് ഇപ്പൊ ഞാൻ എയിൽ വന്നത് ശേഷമാണ് മനസ്സിലാക്കുന്നത്. അതുവരെ നമുക്ക് അറിയില്ലോ എന്ന സംഭവം. ഇല്ല, എന്റെ അഹങ്കാരമാണ്. ചിലക്ക് പിന്നെ കൂട്ടുകാരുണ്ട്, കുടിയന്മാരായ സുഹൃത്തുക്കൾ എന്ന് പറയുന്ന അർത്ഥമില്ലാന്ന് ഇപ്പൊ മനസ്സിലായത്. കുടിയന്മാരായ ആൾക്കാർ എത്ര വേണം നെല്ലാസിന് പൊന്തിച്ചിട്ട് ഞാൻ എന്റെ വീട്ടിലേക്ക് സാധനം മേടിക്കാൻ ഞാൻ പോയില്ല. എന്റെ വെച്ചിട്ട് കുടിയന്മാർ അവര് അതൊരു ക്രെഡിറ്റ് ആണ്, ഒരു വല്ലാത്തൊരു ഇതാണ്. ആ സാധനം മേടിച്ചിട്ട് അവിടെ കൊണ്ടു കൊടുക്കും, അവരവിടെ കൊണ്ടു കൊടുത്ത് നേടി അപ്പുറം കൊണ്ട് സാധനം മേടിച്ചുകൊണ്ട് കൊടുക്കും. എന്നിട്ട് വരും, വന്നിട്ട് നമ്മൾ വെള്ളടിക്കും. അപ്പൊ എനിക്ക് ആദ്യം ഒഴിച്ചു തരും, ഇവർ ഒഴിച്ചു തരും. എനിക്ക് സോഡ ഒഴിച്ചു തന്നാൽ അവർ പച്ചവെള്ളം കൂട്ടും. എനിക്ക് കോളേജാണെങ്കിൽ അവർ സോഡ കുടിക്കും. എന്നും എന്നെ ഒരു സ്റ്റെപ്പ് മുമ്പിലോട്ടാക്കിയിട്ട് എന്നെ പരമാവധി ചൂഷണം ചെയ്ത് അവർ ഉപയോഗിച്ചു. ലാസ്റ്റിൽ ഒരു ഘട്ടത്തില് 2007 എനിക്ക് ഒരു KSRTCയിൽ എംപ്ലോയ്മെന്റ് ആയിട്ട് KSRTCയിൽ കണ്ടക്ടറായിട്ട് ജോലി കിട്ടി. 2007 ജോലി കിട്ടിയ സമയത്ത് പിന്നെ വളരെ കഷ്ടത്തോടെ ഞാൻ പറഞ്ഞു. 2007 ജോലി കിട്ടിയ സമയത്ത് ഞാൻ ഡിപ്പോയിൽ പോയി ജോയിൻ ചെയ്തു. കുറച്ച് ദിവസം പണിയെടുക്കാൻ വേണ്ടി കമ്പനിക്കാർ പറഞ്ഞു ജോലി കിട്ടിയ വകയിൽ കമ്പനി ആക്കണം. അങ്ങനെ ജോലി കിട്ടിയ വകയിൽ ഇതുപോലെ ഒരു കശുമാന്തോട്ടത്തിൽ നിന്ന് സാധനം അടിക്കുകയും നല്ലോണം കുടിച്ചിട്ട് വണ്ടിയെടുത്ത് പോയി ഡിപ്പോയിൽ പോയി ആടില്ലയും കമ്പനി കൊടുക്കാൻ വേണ്ടി ഡിപ്പോയിലേക്ക് പോയി. തിരിച്ചു വരുന്ന വിധത്തിൽ അവരോട് പറഞ്ഞിരുന്നു, അല്ലാഷ്ട എനിക്ക് ബൈക്ക് എടുത്ത് പോകാൻ കഴിയില്ല മോനെ, നീ ബൈക്ക് എടുത്ത് പോലാ പറഞ്ഞു. ഞാൻ ബൈക്ക് എടുത്ത് പോയി ഒരു ബസ്സിന്, പ്രൈവറ്റ് ബസ്സിന് അടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ആ ബസ്സിനെ കണ്ടില്ല. എനിക്ക് അവിടെ പോയത് ഓർമ്മയില്ല. ഞാൻ ആ ബസ്സിനെ അടിച്ച് അബോധാവസ്ഥയിൽ കിടന്നു എന്നാ പറയപ്പെടുന്നത്. എനിക്കൊന്നും പിന്നെ ഓർമ്മയില്ല. 2 മാസം കഴിഞ്ഞിട്ട് എനിക്ക് ബോധം വന്നത്. ബസ്സിനെ അടിച്ചു. ആടെ തന്നെ ഉള്ളവർ പറഞ്ഞു ഇത് ഇന്ന് നമ്മുടെ സതീഷിന് അനിയനാണ്. ഇപ്പൊ എന്റെ ഏട്ടൻ ബസ്സിൽ അന്ന് ക്ലീനറാണ്, ഒരു ഏട്ടൻ ക്ലീനറാണ്, ഇപ്പം മരിച്ചു. വേറെ ഏട്ടൻ ഡ്രൈവറാണ്. നമ്മളെല്ലാം വണ്ടി പണിക്കാരാണ്. അതുപോലെ ഇന്ന് സതീഷിന് അനിയനാന്ന് പറഞ്ഞു. എന്നെ ആണെന്ന് എടുത്ത് പെരിയാരം കൊണ്ടുപോയി. അപ്പൊ പെരിയാരം കൊണ്ടുപോയിരുന്ന ഡോക്ടർ പറഞ്ഞു ഇദ്ദേഹം ഓൾറെഡി ഡെഡാണ് ആള്. ഒരു കണ്ണൂരിൽ നിന്ന് ഡോക്ടർ വന്നിട്ട് പിന്നെ പരിശോധിക്കാം, ഇപ്പൊ ഓൾറെഡി കിടത്തിക്കൊന്നു പറഞ്ഞു. അങ്ങനെ ആടെ മരിച്ചു കണ്ടിട്ട് കിടത്തി. അങ്ങനെ എന്തോ നാട്ടിൽ നിന്ന് നാട്ടുകാരെല്ലാം പോയിട്ട് പ്രശ്നമാക്കി, നിങ്ങൾ മരിച്ചുവെങ്കിൽ നിങ്ങൾ കിടത്തണ്ട, നമ്മൾ മംഗലാപുരം കൊണ്ടുപോകാന്ന് പറഞ്ഞു. അങ്ങനെ മരിച്ച ബോഡി എടുത്ത് കൊണ്ടുപോയത്. എന്നുവെച്ചാൽ ശ്വാസം ഉണ്ട്, പക്ഷെ ആള് മരിച്ചിട്ടേ ഉള്ളത്. ആ മരണം ഒന്ന് ഉറപ്പുവരുത്താൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ മംഗലാപുരം യൂണിറ്റി ഹോസ്പിറ്റലിൽ എന്നെ കൊണ്ടുപോയി. കുറേ കാലത്തിന് ശേഷം എനിക്ക് ബോധം വന്നു. എന്നിട്ടും ഞാൻ നേരായിട്ട് അതാണ് അന്നും എന്റെ ഏട്ടന്റെ ഒന്നിച്ച് നിന്നിട്ട് എന്നെ നോക്കി. ഒരുപാട് പൈസ അന്നത്തെ 2007 ഏകദേശം 4 ലക്ഷം രൂപ എടുത്ത് അന്ന് ചെലവാണ് സംഭവം. അന്ന് അങ്ങനെ അത് ചെലവാക്കി അന്ന് ഞാൻ രക്ഷപ്പെട്ടു വന്നു. വന്നതിന് ശേഷവും കറക്റ്റ് ഒരു സുഹൃത്തുക്കൾ പോലും മംഗലാപുരം എന്നെ കാണാൻ വന്നിട്ടില്ല. ഒരാൾ പോലും വന്നിട്ടില്ല. എന്റെ ഏട്ടനും എന്റെ അമ്മയും എന്റെ പെങ്ങളും അന്ന് ഞാൻ വിവാഹം കഴിച്ചിട്ട. എന്റെ അത്രയും ഉണ്ടായിട്ടു, വേറെ ഒരാളുണ്ടായിട്ട. എല്ലാം കഴിഞ്ഞ് കുറച്ച് നാൾ ഞാൻ സ്ട്രക്ചർ വെച്ച് കൈവച്ചിട്ട് എണീക്കാനാകുമ്പോഴത്തേക്കും ബെഗും കൊണ്ട് ആള് വന്നിരുന്നു. കറക്റ്റ് 1 വർഷമാകുമ്പോൾ എന്റെ സുഹൃത്തുക്കൾ വന്നിട്ട് പറഞ്ഞു നല്ല ഇന്ന് ഒരു ഡേറ്റ് ഓർമ്മയുണ്ടാ, നമുക്ക് 1 വർഷമാവുന്ന ദിവസമാണെന്ന് പറഞ്ഞു. അന്നാ 1 വർഷമാവുന്ന ദിവസം അന്നത്തെ ഒരു ആക്സിഡന്റ് ആയിട്ട് 1 വർഷമാവുന്ന ഡേറ്റ് അതുവരെ അവർ ഓർമ്മിച്ച് വെച്ച് അന്നത്തെ ദിവസം ഫുൾ വെള്ളടിച്ചിട്ട് ഒരു വലിയൊരു പാർട്ടി പരിപാടി നടക്കുന്ന ഇതിലേക്ക് ബൈക്ക് കൊണ്ട് കയറ്റി. അവിടെ വെച്ച് പോലും അതാണ് ചിന്തിക്കേണ്ടത്. ആടെന്ന് പോലും ആ പാർട്ടിക്കാർ, എന്റെ അമ്മാവനൊരു പാർട്ടി മെമ്പറാണ്. എന്റെ അമ്മായി, അങ്ങനെ രാഷ്ട്രീയം പറഞ്ഞില്ല, എന്റെ അമ്മായി, നമ്മളെല്ലാവരും സമൂഹത്തിൽ വേണ്ടപ്പെട്ട എല്ലാവരുടെ ഇടയിലും അവര് വെച്ച് പറഞ്ഞു ഇത് അന്ന് ആക്സിഡന്റ് ആയ സമയത്ത് ഇത് മരിച്ചാൽ മതിയായിരുന്നു, ഇതിന് എന്തിനു ഇങ്ങനെ ജന്മം കൊടുത്തു ഈശ്വര. എന്റെ അച്ഛനെ പറഞ്ഞു അയാൾ അത്ര നല്ല മനുഷ്യനാണ്, അയാൾ മദ്യപിച്ചാലും അയാൾ നല്ലൊരു മനുഷ്യനായിരുന്നു. അത്ര പോലും ആ അച്ഛനാ അമ്മാവനാ എല്ലാവരും പറയിപ്പിച്ച് അവിടുന്ന് അവസാനം എന്ത് വേണ്ട ഇത് നമ്മളെ ആളെ ഞാൻ പറയുന്നില്ല അമ്മാവന്റെ പേര്, അയാളെ മരുവനായി പോയില്ലേ, അയാളത്തെ പാർട്ടി മെമ്പർ, എന്ത് ചെയ്യണ്ട് വീട്ടിൽ കൊണ്ടാക്കും. അങ്ങനെ അവര് പാർട്ടിക്കാർ വന്ന വണ്ടിയിൽ എന്നെ എന്റെ വീട്ടിൽ കൊണ്ടാക്കി. എന്നിട്ട് ആറും ഞാൻ ബില്ല് വിളിച്ചു, നിന്റെ വണ്ടി വെറുതെ വേണ്ട, എനിക്ക് പൈസ പിടിക്കണമായിരുന്നു. എന്നെ അങ്ങനെ വെറുതെ ഒന്നും കൊണ്ടാക്കുന്നത്. അത്ര പോലും ഒരുതരം നികൃഷ്ട ജീവിയായിട്ട് വളർന്ന് സമൂഹത്തിൽ ഇല്ല വിലയിൽ കളഞ്ഞ്. എന്റെ വിലയല്ല, ഒരാള് ഞാൻ മദ്യപിച്ച് നടക്കുമ്പോ എന്റെ വിലയല്ല പോകുന്നത്, എന്റെ അച്ഛന്റെ വില പോയി, എന്റെ അച്ഛന്റെ പേര് പോയി, അമ്മാവന്റെ പേര് പോയി. എല്ലാരും എന്നെ ബന്ധപ്പെട്ട എന്റെ ഏട്ടന്റെ ഭാര്യ കൂടെ എല്ലാവരുടെ പേരിലും എന്റെ പേരിലല്ല അറിയപ്പെടുന്നത്. അവന്റെ എളിയനാണെന്നത്, അവന്റെ വോട്ടറാണ് എങ്ങനെ അറിയപ്പെടുന്നത്. അത്ര പോലും വളരെ കഷ്ടപ്പെട്ടു. ലാസ്റ്റില് വേണ്ടാത്തൊരു പണി എടുത്തു വെച്ചു. അതെന്ന് വെച്ചാല് കല്യാണം വേണ്ടാതെ പറഞ്ഞാൽ KSRTC കയറി. പിന്നെ നമ്മളൊരു വീടിന്റെ അടുത്തേ കൂടെ തന്നെ പോകുന്നത്, എന്റെ വീടിന്റെ അടുത്തല്ല, ഇപ്പൊ ഞാൻ വിവാഹം കഴിച്ച് ഭാര്യ വീടിന്റെ അടുത്തേ കൂടി സർവീസ് വന്ന ബസ്. ആ ബസ്സിൽ കണ്ടക്ടറായി ജോലി എടുത്തു. ജോലി ചെയ്തത് തന്നെ എന്റെ ഭാര്യനെ ഇപ്പം അച്ഛനും KSRTC ഡ്രൈവറാണ്. അതിൽ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവളെ സ്നേഹിച്ചു. അത് സ്നേഹിച്ചു പറഞ്ഞാൽ അതേലും വളരെ ഇതാണ് ഒരു എന്താ പറയാ. ആ പെണ്ണെന്ന് പറഞ്ഞാല്
ദൈവഭോജനത്തെ കൊണ്ട് നമുക്ക് പറയാം ചില ഒരു നല്ല നല്ല രീതിയിൽ ഉദ്യോഗസ്ഥന്മാരും നല്ല സ്റ്റാൻഡേർഡ് ടീമും കൂട്ടിക്കൂട്ടി പോകുന്ന ഗൾഫുകാർക്ക് വന്നതാണ്. അപ്പൊ എന്റെ സ്നേഹത്തിൽ ഇത് വീണിട്ട് ആ പെണ്ണിന്റെ ഭാവി പോയി. കല്യാണം കഴിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഒന്ന് പേടിക്കണ്ട, എനിക്ക് 10 പവന് ഞാൻ താലി കെട്ടും. ഇവർ എന്നെ പറ്റി അന്വേഷിച്ചാലും പറഞ്ഞു എന്റെ അമ്മാവന്റെ പേരാണല്ലോ ഞാൻ അറിയപ്പെടുന്നത്. അത് ഇന്നാണ് വരുമാനമാണ്, അയാളുടെ പാർട്ടി നമ്പർ കാര്യങ്ങളിലാണ്, അയാളെ ദൈവത്ത് കൊടുക്കുക, നല്ല തറവാട്ടുകാരാണ് അവര് കൊടുക്കാന്ന് പറഞ്ഞു. അപ്പോ ഞാൻ ഫുൾ ടൈം ഡ്യൂട്ടി എടുക്കുകയും കുറവില്ല. കാരണം ഞാൻ ഇവിടെ കാണാൻ വേണ്ടിയിട്ട് ഫുൾ ടൈം ഡ്യൂട്ടി എടുക്കും. എന്ന് വെച്ചാൽ ഒരു ദിവസം പോയ ഒരു ദിവസം വേണ്ട. ഞാൻ ആ കണ്ടക്ടർ പറയും നാളെ നീ വേറെ ഡ്യൂട്ടി പോയിക്കോ, ഞാൻ തന്നെ ഒരാഴ്ച അടുപ്പിച്ച് എടുത്തോളാം പറയും. കാരണം അതെല്ലാം ഒരു ലക്ഷ്യം വെച്ചിട്ടുള്ള പിന്നെ പോക്കാന്നുള്ളത്. പിന്നെ എന്റെ മദ്യപാനം എന്ന് പറഞ്ഞാൽ ഇന്ന് ഒരു ദിവസം അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ 7 ദിവസത്തേക്ക് കുടിക്കില്ല. കാരണം നല്ലോണം പൂസായി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അതിന്റെ മണവും കാര്യങ്ങളും പോയി ഒന്ന് ഫ്രഷ് ആയി കഴിഞ്ഞാൽ ഞാൻ അടിക്കും. കാരണം എന്റെ അടുത്ത് സാധനം സ്റ്റോക്ക് ഉണ്ടല്ലോ, എനിക്കത് വാങ്ങാനൊന്നും പോകണ്ട. കാരണം ഞാൻ 10-12 കുപ്പി എന്റെ വണ്ടിയിൽ സ്റ്റോക്ക് ഉണ്ട്, അല്ലെങ്കിൽ എന്റെ വീട്ടിൽ സ്റ്റോക്ക് ഉണ്ടാവും. എന്തായാലും ഞാൻ സ്റ്റോക്ക് ചെയ്യുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ അടുത്ത് സാധനം ഉണ്ടായതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് തന്നെ എടുക്കണമെന്നില്ല. എപ്പോഴും സാധനം കിട്ടുമ്പോഴത്തേനുണ്ടല്ലോ, പുറത്തു പോയി വാങ്ങുമെന്നും വേണ്ടല്ലോ. അതുകൊണ്ട് തന്നെ അങ്ങനെ അടിച്ചു. അങ്ങനെ ആ ഒരു കല്യാണമൊക്കെ നടത്തിക്കുമ്പോൾ എന്നോട് എന്റെ ഭാര്യ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, നല്ല നീ എന്ത് കണ്ടിട്ടാണ് എന്റെ മോളെ ഇഷ്ടപ്പെട്ടിനി. പിന്നെ അത് ഒരുപാട് കുഴപ്പത്തിന് ശേഷമാണ് അയാൾ അറിയുന്നതെന്നാണ്. ആരോ അയാളോട് പറഞ്ഞു രാഘോട്ട നിങ്ങൾ മോളെ പിന്നെ ഇന്നാള് സ്നേഹിക്കുന്നുണ്ട് പറഞ്ഞു. അയാൾ പറഞ്ഞു അങ്ങനെ ഉണ്ടാവില്ല, പോകാൻ എന്താ പണിയെടുക്കുന്നതല്ലേ ഒന്നും ഞാൻ അറിയാം. അപ്പൊ എന്നോട് പറഞ്ഞു നല്ല ഇങ്ങനെ ഇതുണ്ടല്ലോ പറഞ്ഞു, നിനക്ക് ഇത്രയും വന്നിട്ട് ആ നാട്ടുകാരെ പറഞ്ഞ് അറിയിക്കണം, നിനക്ക് എന്നോട് പറഞ്ഞൂടെ, പിന്നെ എന്നോട് അത്ര നമ്മൾ ബന്ധുവില്ലെന്ന് പറഞ്ഞു. അല്ല അതേ ഒരു കഥ, അത് പോട്ടെ. ഇത് എന്താ എന്നോട് പറഞ്ഞു, എന്റെ മോളെ എന്റെ അവസ്ഥ എനിക്കറിയാം, ഒന്നും എന്റെ കയ്യിലില്ല, എനിക്ക് കിട്ടുന്ന ശമ്പളം മാത്രമേ ഉള്ളൂ, വേറൊന്നും ഇല്ല, കടത്തിലേ ഉള്ളത്. പിന്നെ ഒന്നും ശ്രീധരനാണെങ്കിൽ ഒന്നുമില്ല, ശ്രീധരനല്ല സോറി ആ വാക്ക് ഉപയോഗിച്ചില്ല, ആ കെട്ടുകാലി മാത്രമേ ഇല്ലൂ, വേറൊന്നുമില്ല പറഞ്ഞു. ഞാൻ പറഞ്ഞു പേര് ഏട്ടാ വിളിക്കല്ലേ, ഏട്ടാ ഒരു പേര് പറഞ്ഞല്ലേ നേരത്തെ, ഏട്ടാ എനിക്ക് നിങ്ങൾ ആ താലി വരെ നിങ്ങൾ ഊരിയെടുത്തു, എനിക്ക് വേണ്ട, എനിക്ക് പെണ്ണിനെ വേണ്ടി വന്നു. പക്ഷെ അത് അങ്ങനെ പറഞ്ഞു. അത് എന്റെ ഒരു ആ പെണ്ണ് കിട്ടാനും ഇതായിരുന്നു. കല്യാണത്തിന് ഇത്രയും പറഞ്ഞുകൊണ്ടായിരുന്നു ചെയ്തു, ഒരു 10-15 പവൻ പെണ്ണ് കൊടുത്തു, നല്ല രീതിയിൽ കല്യാണം കഴിപ്പിച്ചു വന്നു. കല്യാണം കഴിച്ച് സൽക്കാരത്തിന് മുമ്പേ തന്നെ എന്നോട് സൽക്കാരം പെട്ടെന്നാക്കാൻ തോന്നി. പെട്ടെന്നാക്കി 2 ദിവസം കഴിഞ്ഞപാടെ ഞാൻ ഗോൾഡ് മൊത്തം പണയം വെച്ചു. ഞാൻ ഇവരോട് പറഞ്ഞു അതൊരു ബാങ്കിന്റെ ഇടപാടിന് വേണ്ടിയിട്ടാണ് മൊത്തം വെക്കണം, ഇവരാണ് ഞാൻ കുറച്ച് പൈസക്കാരനല്ലേ അതുകൊണ്ട് ഇത് തന്നു. ഇന്ന് എനിക്ക് എന്റെ ഭാര്യ സാധനം ഞാൻ പണയം വെച്ചില്ല. പക്ഷെ ഇന്ന് പണയം വെച്ചത് ഒക്കെ അറിയാം, ഇയാൾ പണയം വെച്ചത് ആവശ്യത്തിനാണ്. അന്നും ഞാൻ പണയം വെച്ചത് നശിപ്പിച്ചിട്ടില്ല, ഇന്നും ആ സ്വർണം തന്നെ ഉള്ളത്, ഞാൻ അത് വിറ്റ് കണ്ടുപിടിച്ചിരുന്നില്ല. പക്ഷെ അത് പണയം വെച്ചു, എന്റെ ആവശ്യത്തിന് പണയം വെച്ചു. ലാസ്റ്റില് പ്രശ്നങ്ങൾ വന്നു, അടിപിടി വന്നു, കുഴപ്പങ്ങൾ വന്നു, ഉദ്ദേശം പറഞ്ഞു, ഭാര്യ വീട്ടിൽ പോയി, ഒരു കുട്ടിയായി വന്നാല് എന്തോ ഒരു നമ്മളൊരു മഹാഭാവം എന്ത് ചെയ്തു അറിയില്ല. എന്റെ മോനെ കൊണ്ട് ഇന്ന് ഞാൻ സന്തോഷവാൻ തന്നെയാണ്. എങ്കിലും എന്റെ മോന് പിന്നെ നടക്കാനല്ല, അന്ന് ജനിച്ചപാട് അറിയാൻ കഴിഞ്ഞിട്ടാ. കുറെ കഴിയുമ്പോൾ 5-8 മാസം കഴിഞ്ഞ് കഴുത്തുറക്കാത്ത സമയത്ത് നമ്മൾ ഡോക്ടറെ കാണിച്ചു. 8 മാസം കഴിഞ്ഞ് കഴുത്തു. അപ്പൊ അയാൾ പറഞ്ഞു ഒന്ന് മംഗലാപുരം പോയിക്കോ. അങ്ങനെ മംഗലാപുരം KMC നൂറംഗമത്തിൽ കാണിച്ചു. അവിടെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് പിന്നെ പ്രശ്നങ്ങളുണ്ട്. പ്രസവം എടുക്കുന്ന സമയത്ത് ഞരവ് ചെറുബെല്ലാം ആറായി പോയിനി, അതുകൊണ്ട് ബാലൻസ് കൺട്രോളിൽ പ്രശ്നമുണ്ട് പറഞ്ഞു. അങ്ങനെ എല്ലാം ലേറ്റായി വന്നു. ഇന്നിപ്പോ എന്റെ മോനെ 10 വയസ്സായി, മോൻ നടക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ, മെല്ലെ കൈ പിടിച്ച് നടക്കുന്ന ലെവലിലേക്ക് എത്തിയിട്ട്. അപ്പൊ അത്ര പോലും പിന്നെ 1 വയസ്സാകുമ്പോ ഒന്നും കഴുത്ത് കുറച്ചിട്ടില്ല. പിന്നെ അവന്റെ കാര്യം പറഞ്ഞിട്ട് ഞാൻ ഡ്യൂട്ടിയിൽ പ്രശ്നം, അവനെ മുതലെടുക്കും. ഫുൾ ടൈം ഡിപ്പോയിലേക്ക് ഇവനെയും കൂട്ടി പോകും. ഇവരെ കൂട്ടി പോകുമ്പോൾ സ്റ്റേഷൻ മാസ്റ്ററെല്ലാം പറയും നല്ല ശനി മോനെയും കൂട്ടി വരില്ല, നമുക്ക് കാണുമ്പോൾ എന്തോ ഇരിക്കുന്നത്. കാരണം 1-2 വയസ്സല്ലായ കുഞ്ഞിനെ പറ്റി ഒരു പ്രതീക്ഷയുണ്ട്. ആ കുഞ്ഞി ഇരുന്ന് ഇറങ്ങുമ്പോൾ ഒരു വിഷമം. അത് ഞാൻ ഇത് മുതലെടുക്കാനാണ് പോകുന്നത്. ചിലക്ക് നാളെ ലീവാക്കേണ്ടി, ഇന്ന് രാത്രി അടിച്ചാൽ നാളെ ലീവാക്കണം. അപ്പൊ എനിക്ക് ഇവനെ മുതലെടുക്കാൻ പറ്റില്ല, അവൻ സുഖമില്ല പറയണമെങ്കിൽ. അപ്പൊ അങ്ങനെ ഞാൻ കൂട്ടി വരും. രാത്രി വീട്ടിലെത്തി നല്ലോണം വെള്ളടിച്ച് വെള്ളടിച്ച് കഴിഞ്ഞാലോ എന്റെ വീട്ടിലേക്ക് ഞാൻ എത്തല് ചിലപ്പോൾ 2 മണിക്കോ, ചിലപ്പോൾ വീട്ടിലെത്തൂല. ചിലപ്പോൾ രാവിലെ കുറച്ച് ഞെട്ടി എണീക്കുമ്പോഴേക്ക് പിന്നെ പെട്ടെന്ന് വിളിച്ച് പറയും, 4 മണിക്കെല്ലാം വിളിച്ച് പറയും. 5 മണിക്ക് ഡ്യൂട്ടി പോകണ്ട, ഞാൻ വിളിച്ച് പറയും സാറേ മോർണിംഗ് കൂട്ടി ഹോസ്പിറ്റലല്ലത്. പിന്നെ എന്നാൽ എനിക്ക് നല്ല പക്ഷെ ഇന്നലെ വിളിച്ച് പറഞ്ഞൂടെ, ഈ 5 മണിക്ക് ഞാൻ എഴുതുന്ന കണ്ടൊക്കെ ഉണ്ടാക്കേണ്ടത്, അത് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ട് വണ്ടിയല്ല സാർ, നീ എന്താ ഇങ്ങനെ പറയും. ഞാൻ സാറേ ഇങ്ങനെ ICUലായി പോയി, എനിക്ക് പെട്ടെന്ന് ഇതായി പോയി. അവർ സത്യസന്ധമായി വിചാരിക്കുമല്ലോ. കാരണം അപ്പോഴത്തേക്ക് ഞാൻ എന്റെ ഭാര്യത്തായി തെറ്റിനി, എന്റെ ഭാര്യ വീട്ടിലേക്ക് ഞാൻ പോകാനായി. അങ്ങനെ ഇപ്പം ഈ ഇത്രയും കാലത്തിനിടയിൽ 6 വർഷം ഞാൻ അടുപ്പിച്ച് എന്റെ ഭാര്യ വീട്ടിലേക്ക്, എന്റെ 2 വീട്ടിൽ നിന്ന് 2 കിലോമീറ്റർ എന്റെ ഭാര്യ വീട്ടിലേക്ക്, 6 വർഷം ഞാൻ എന്റെ ഭാര്യ വീട്ടിലേക്ക് പോയി. ഈ 6 വർഷം ഞാൻ പോയിട്ട് പറഞ്ഞ ഫുൾ എന്റെ മിസ്റ്റേക്ക് കൊണ്ടാണ്. അദ്ദേഹത്തെ വെള്ളം കുറിച്ച് ചീത്ത പറയും, പിന്നെ വൃത്തികേട് പറയും. അവസാനം പിന്നെ ഇവരെല്ലാം കൂടി തെറ്റി. എന്റെ ഭാര്യ എന്നെ ഇവളെ വീട്ടിലേക്ക് പോയി 1 വർഷം തുടിച്ചു നിന്നു, ഡൈവേഴ്സിലേക്ക് എത്തി.
എല്ലാം ഈ മദ്യപിച്ച പ്രശ്നം മാത്രം, വേറെ ഒന്നുമില്ല. എന്നിട്ട് അയാൾ പറയും, ആ പാവം പറയും നല്ലാസിനെ പോലെ മക്കളെ നോക്കാം. ഞാൻ അത്രയും എന്റെ മോനെ ഫിസിയോതെറാപ്പി കാര്യങ്ങൾ ഞാൻ ചെയ്യും. ഫിസിയോതെറാപ്പി ചെയ്ത് ഓന ലെവലിലേക്ക് എത്തി. ഓനെ മാത്രമേ ആവുള്ളൂ. പക്ഷെ വെള്ളം കുടിച്ചാൽ ചെങ്ങായി കാട്ടാണ് എന്താ വെച്ചാൽ പറയും. ഞാൻ അത്ര പോലെ എന്നെ അവർക്കെല്ലാം ഇഷ്ടമായിരുന്നു. നല്ല സ്നേഹമാണ്, ഭാര്യ എല്ലാവരും സ്നേഹമെല്ലാം ഉണ്ട് എനിക്ക്. പക്ഷെ മദ്യം എന്നെ കീഴ്പ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ എല്ലാം തെറ്റും. എന്റെ മോനെ അങ്ങനെ ഫിസിയോതെറാപ്പി ചെയ്യുന്ന അവിടെ എല്ലാം പോകുമ്പോൾ ഞാൻ എന്റെ മോനെ കൊണ്ട് ഡോക്ടറത്ത് പോകുമ്പോൾ ഒരു ദിവസം ഡോക്ടറത്ത് പോകുമ്പോൾ ടിക്കറ്റ് ടോക്കൺ മേടിച്ചു. ഡോക്ടറത്ത് പോകാൻ വേണ്ടി പറഞ്ഞ സമയത്ത് ഇവിടുന്ന് ഭാര്യ പറഞ്ഞു ഞാൻ വരില്ല, നിങ്ങൾ മദ്യപിച്ചിട്ട് പോകുമ്പോൾ ഞാൻ വരില്ല. അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഇവരെയും കൂട്ടിയിട്ട് ആ മത്തിൽ പോയി പോയി ഡോക്ടറെ അടുത്ത് കാണിച്ച് തിരിച്ചു വരുന്ന വിധത്തിൽ ഇവരെയും കൂട്ടിയിട്ട് കള്ള് ഷാപ്പിൽ കയറി കൊടുത്തു. മോനി ആയുർവേദ മരുന്നേക്കുന്ന എന്റെ മോനെ ഞാൻ കള്ളു കൊടുത്തു ഷാപ്പിൽ വെച്ചിട്ട്. ഇവന്റെ വൈകല്യങ്ങൾ ഈ ഷാപ്പിൽ പറഞ്ഞു. അവരെ സിമ്പതി പിടിച്ചു പറ്റി. ഇവൻ നടക്കാനാവില്ല എന്റെ അമ്മയെ അങ്ങനെ അതെ കുടിച്ചവന് ശേഷം കള്ളു കുടിച്ചത് നല്ലതാണ്. അങ്ങനെ കള്ളു കുടിച്ചു. എന്തെല്ലോ എന്റെ അമ്മയെ അതൊന്നും നിനക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. എന്റെ പൊന്നു പോലത്തെ മോൻ എന്റെ മോനെ ഇപ്പം എന്റെ മോനെ ഇന്നിപ്പോ ഞാൻ 2 വർഷമായി എന്ന് പറയുമ്പോ എന്റെ മോനെ ഒരുപാട് ആൾക്കാരോട് ഓനെ കൊണ്ട് ആവുന്ന ഞാൻ പറഞ്ഞു. എന്റെ മോൻ ഇപ്പം നമ്മുടെ സുഹൃത്ത് വിളിച്ച എന്റെ മോൻ പറഞ്ഞു എന്റെ അച്ഛൻ 2 വർഷമായി മദ്യപിക്കാതെ. അത് പറയുമ്പോ എന്തെല്ലാം എനിക്ക് എന്തിനാ എനിക്കത് പറയുമ്പോ കരച്ചിൽ വരുന്നു. എന്റെ മോനെ രാത്രി വന്ന് കെട്ടിപ്പിടിച്ച് കിടന്നു പോകും. രാവിലെ എന്റെ ഭാര്യ പറയും ആണല്ലേ ഈ ജന്തു അങ്ങനെ പറയും. അത് പറയേണ്ടി വരും. ജന്തുവിനെ കെട്ടിപ്പിടിച്ച് വെള്ളം നാല് നക്കുന്ന നാറിയുടെ അടുക്കാൻ കഴിയാതെ കെട്ടിപ്പിടിക്കാന്ന് പറയും. അപ്പൊ എന്റെ മോൻ പറയും താരമില്ല അമ്മ അച്ഛനല്ലേ. ആ ചെക്കന്റെ പക്വത പോലും എനക്കില്ല. സുഖമില്ലാത്ത മോന്റെ പക്വത പോലും എനക്കില്ല. എനിക്ക് വളരെ കരഞ്ഞോണ്ടാ പറഞ്ഞു. അത്രമാത്രം ഞാൻ വേദനിപ്പിച്ചിട്ട് എന്തിനായാലും വൈകി ആയാലും ആൽക്കഹോൾ അനോണിമസ് വൈകി ആയെന്ന് പറയാൻ കാരണം ഞാൻ ഒരു 4 വർഷം മുമ്പേ എന്നെ പരിചയപ്പെടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എന്റെ ഒന്നിച്ചുള്ള കക്ഷിനെ അവിടെ പിന്നെ ഓണക്കൊന്നിൽ മീറ്റിങ്ങിന് കൊണ്ടുപോയി. പക്ഷെ അന്നും ഞാൻ കുടിക്കാൻ ഞാൻ സമ്മതിച്ചില്ല. പക്ഷെ എന്തുകൊണ്ട് ഞാൻ ഇന്ന് കുടിച്ചാൽ ഒരാഴ്ച 2 ആഴ്ച കുടിക്കാണ്ടിരിക്കൂല. അപ്പൊ എനിക്കിത് പ്രശ്നമല്ല. ഞാൻ കുടിയാനല്ല, ഞാൻ മദ്യാസക്തനല്ല. അതാ ഞാൻ കാണുന്നത്. ഇവരെ കൊണ്ടുപോയി ഓന് അമ്മയോടെ പോയി ഒരു പഴംപൊരി ചായയും കുടിച്ച് ഇങ്ങ് വന്നു. പിന്നീട് ആ കക്ഷി പോയിട്ടാ എനിക്ക് വേണ്ടി പോകേണ്ട ആവശ്യമില്ല. ഞാൻ മദ്യാസക്തനല്ലല്ലോ, ഞാൻ പോയിട്ടാ. അപ്പൊ പിന്നീടാണ് ഞാൻ പല പ്രശ്നങ്ങൾ ഇടപെടുമ്പോഴാണ് ആ കക്ഷി പറഞ്ഞത് അൽനാഷ നീ വന്നോ. അപ്പൊ ഞാൻ അങ്ങോട്ട് തന്നെ പറയാം. തലേന്ന് അയാൾ പ്രശ്നമാക്കിയിട്ട് ഇതാക്കി ഞാൻ പറഞ്ഞു ഞാൻ നാളെ പോലെ വരുന്നു പറഞ്ഞു. എന്തെന്നെ ആയാലും ആ ഒരു പോക്ക് ഞാൻ എനിക്ക് വേണ്ടി എയിൽ പോയേ തുടങ്ങിയത് അതൊരു പോക്ക് തന്നെയാണ്. അതിനുശേഷം ഇന്ന് വരെ ഞാൻ എയിന്ന് മാറി നിന്നില്ല. ഞാനൊരു പോക്ക് പോലെ ഞാൻ അതിൽ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് എന്നെ കൊണ്ട് ആവുന്നത് പോലെ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. അതൊരു സംഭവം പറയുമ്പോൾ ഇന്നലെ ഞാൻ ഇതിൽ ഒരു മിനിറ്റ് ഞാൻ കയറി ഇന്നലെ. കാരണം എന്ന് വെച്ചാൽ ഇന്നലെ ഞാൻ നമ്മളൊരു എയില് വന്ന ഒരു കക്ഷിനാ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ അദ്ദേഹം റിലാക്സ് ആയി പോയി. ഇപ്പൊ ഒരു 3-4 ദിവസമായിട്ട് ഒരേ കുടിയാന്ന് പറഞ്ഞിട്ട് അവർ വീട്ടിൽ നിന്ന് വിളിച്ചു. ഇന്നലെ അദ്ദേഹത്തെ സെറിനിറ്റി മറ്റേ വയനാട്ടില് ഷായി സാർ എടുത്ത ഇന്നലെ രാത്രി നമ്മൾ കൊണ്ടുപോകുമ്പോൾ ഞാൻ ഈ ഗ്രൂപ്പിൽ ഇന്നലെ കയറിയത് അവിടെ കൊണ്ടുപോയി എനിക്ക് കിട്ടിയ ഭാഗ്യം എന്താണെന്ന് അറിയോ. എനക്കാടുന്ന ഈ 2 വർഷമായതിന്റെ വകയിൽ എനക്കാടുന്ന ഒരു ഷായി സാർ ഉപകാരം തന്നു. അത് എന്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഷായി സാർ ഒരുപാട് പരിപാടി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എനിക്ക് ആള് ഷായി സാറെ നേരിട്ട് ആടെ വന്ന് എനിക്ക് ഷായി സാർ ഞാൻ സാർ 2 വർഷം ഇന്നേക്കായി അത് എത്തിപ്പെടാൻ പറ്റിയ ഭാഗ്യമാണ്. ആ കച്ചിയെ കൊണ്ടുപോകാൻ കഴിഞ്ഞതും അദ്ദേഹത്തെ ആടെ ഇന്നലെ അഡ്മിറ്റ് ആക്കി ഇന്ന് വീട്ടിൽ ഇത് വന്നു. വളരെ നമ്മളെ ഏഴിൽ 150 ദിവസത്തോളം അദ്ദേഹം സഞ്ചരിച്ചാണ്. ഇതിന് മുമ്പ് അയാൾ റിലാക്സ് ആയി, അത് പ്രശ്നം വേറെ. എന്നിട്ട് ഇപ്പം അദ്ദേഹം വീണ്ടും വീട്ടിലൊക്കെ കുഴപ്പങ്ങളെല്ലാം പറയും. അത് കുടിയന്റെ ഒരു ഇതാണ് വീട്ടിലെ കുഴപ്പങ്ങൾ. അമ്മയും ഭാര്യയായി തെറ്റാണ്. ഇതിന് ഓരോ കാരണങ്ങൾ പറഞ്ഞിട്ടാണ് അദ്ദേഹം കുടിച്ചതെന്നാണ് പറയുന്നത്. നമ്മൾ കുടിയുടെ ആസക്തി നമ്മുടെ മനസ്സിൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ കാരണങ്ങൾ ഉണ്ടാക്കും. എനിക്കിപ്പം കുടിക്കണമെങ്കിൽ എന്റെ ഭാര്യയായിട്ട് പ്രശ്നം ഉണ്ടാക്കി എനിക്ക് കുടിക്കാൻ സുഖമല്ലേ. അത് നമ്മളൊരു കാരണമാണെങ്കിലും മനസ്സിലാക്കിയത് ഏഴിൽ എത്തിയപ്പിന് തന്നെയാണ്. നമുക്ക് വേണ്ടി നമ്മൾ മദ്യപിക്കുക എന്നുള്ളത് ഭയങ്കര സംഭവമാണ്. എനിക്കിപ്പോ എന്റെ മോനിന് വേണ്ടി എന്റെ ഭാര്യയ്ക്ക് വേണ്ടിയിരുന്നല്ല. ഞാൻ മദ്യപിച്ച് മരിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ എന്റെ നമ്മളൊരു സുഹൃത്ത് മിനിയാന്ന് മരിച്ചുപോയി. എനിക്ക് അറിയുന്ന അറിയില്ല. ഉണക്കുന്നൊരു സുഹൃത്താണ്, പേര് ഞാൻ പറയുന്നില്ല. അദ്ദേഹം നമ്മളെ ഏഴിൽ സഞ്ചരിച്ചാണ്. അദ്ദേഹത്തിന് പിന്നെ എന്തുകൊണ്ട് ഒരുപാട് കാലമായിട്ട് ഉള്ളിലെല്ലാം പോയി. ചെറുപ്പക്കാരൻ 40 വയസ്സേ ഉള്ളൂ. അദ്ദേഹം ഇനി നമ്മളെ വിട്ടുപോയി. അതൊക്കെ ഓർക്കുമ്പോൾ തന്നെ ഒരുപാട് നമ്മളെ ഏതിൽ സഞ്ചരിച്ചാണ്. എന്തായാലും അതിന് മദ്യം നിർത്തേണ്ടത് എന്തായാലും ഇത് വന്നത് കൊണ്ട് എനിക്ക് ഒന്നാമത്തെ പടി ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒന്നാമത്തെ പടി ഞാൻ ഇതിൽ സ്വീകരിച്ചു എന്നുള്ളൂ. അല്ലെ 4 വർഷം മുമ്പ് ഞാൻ സ്വീകരിച്ചില്ല. മദ്യത്തിന് മുന്നേ ശക്തി എന്നാണ് അത് സമ്മതിച്ചത് ഇപ്പാണ്. മുമ്പ് ഞാൻ സമ്മതിച്ചിട്ടില്ല. അന്ന് ഞാൻ സമ്മതിച്ചില്ലെങ്കിൽ ഞാനിപ്പോ 4 വർഷം കഴിയാൻ അന്ന് ഞാൻ സമ്മതിച്ചില്ല. അപ്പൊ ഞാൻ ശക്തി എന്നല്ല മതി അന്ന് ഞാൻ തീരുമാനിച്ചതാണ്. ഞാൻ ശക്തി എന്നല്ല എനിക്ക് പ്രശ്നമില്ല. ഞാൻ ഒരാഴ്ച അതിന്റെ ഒപ്പം അടിക്കുന്നില്ലു. ഇന്ന് എനിക്കറിയാം ഞാൻ മദ്യത്തിന് മുമ്പ് നമ്മളെ രക്ഷയില്ല. അയാൾ നമ്മളെ കീഴ്പ്പെടുത്തും. പിന്നെ അതുകൊണ്ട് നമ്മളെ ജീവിത അനിയന്ത്രിതമായി പോകുന്നുണ്ട്. നമുക്ക് ഒതുപെടുത്തൂല്ല. എല്ലാം വിചാരിച്ച് എനിക്ക് കിട്ടുന്നില്ല. അതാണ് കുടിക്കുന്ന സമയത്ത് അവർ പ്രശ്നം വെച്ചാല് നമ്മൾ കുടിക്കുമ്പോഴല്ലോ നല്ല ഞാൻ പറയുന്നത് ഇന്നത്തെ
ഭയങ്കര ഓഫായി പോയി എന്ന് പറയുമ്പോൾ എന്താ പറയല്, നല്ല നീ ആ 2 ലിറ്റർ 2.5 ലിറ്റർ വരെയും പ്രശ്നമില്ല, പിന്നെ നീ അടിച്ചില്ലേ എന്നേരം എനിക്ക് പറ്റിയത്. അപ്പൊ ഞാൻ ചിന്തിക്കും ശരിയാന്നല്ല, 2.5 വരെ പ്രശ്നമുണ്ടായിട്ട് എന്തെങ്കിലും ബോധമുണ്ടായി. അതൊരു വല്ലാത്തൊരു ഇതാക്കലാണ്. ഇപ്പം നമുക്കറിയാം ഒന്നാമത്തെ പെഗാണ് നൽനാശിന്റെ പ്രശ്നം. ഒന്നാമത്തെ പെഗ് നീ അടിക്കുകയാണെന്നെങ്കിൽ ഈ രണ്ടാമത്തെ പെഗ് അടിക്കേണ്ട ഗതികളില്ല. ആ ഒന്ന് നീ മാറ്റി വെക്കുക. അതെനിക്ക് പറഞ്ഞു തന്നത് ഏഴ് സുഹൃത്തുക്കളാണ്, ആണ്. ഈ ആൾക്കുള്ള ദൈവത്തിന് കൂട്ടായ്മ അതിലേക്ക് എല്ലാം എത്താൻ പറ്റില്ല. അത്രയോ ആളെ കുടിച്ചിട്ട് ഇന്ന് റോഡ് സൈഡിൽ കിടക്കുന്നുണ്ട്. എന്റെ ഒരു മച്ചൻ തന്നെ ഉണ്ട്, അവനെ 108 വയസ്സായി പറയുന്നത്, മച്ചൻ നീ വാ ഗ്രൂപ്പിലേക്ക് ഇതിലേക്ക് വാ, ഏയിലേക്ക് വാ. സമയമായിട്ടില്ല, ഇന്ന് ചെയ്യേണ്ട ആള് വരുന്നില്ല. അത് പറഞ്ഞാൽ എനിക്ക് വേറെ പണിയൊന്നുമില്ല, ഇത് ഏതായാലും കൊറോണ ഒന്ന് ചാവും. കുടിക്കുന്നവര് പറയേണ്ട ഒരു ഇതാണ്, ഏതായാലും കൊറോണ ഒന്ന് ചാവും, പിന്നെ എന്തിനാ ഞാൻ കുടിക്കാണ്ടിരിക്കുന്നത്. അത് ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ കാര്യമായിട്ടൊന്നും എനിക്ക് പറഞ്ഞിട്ട് കാര്യമില്ല, അതെന്തോ ആവട്ടെ, വേറെ രക്ഷയില്ല. അങ്ങനെ അങ്ങനെ ചിന്തിക്കുന്നവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അന്ന് നമുക്ക് രക്ഷപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കും. ഒന്നാമത്തെ പേക്ക് വേണ്ടാന്ന് വെച്ചതുകൊണ്ട് തന്നെ ഇന്ന് സുന്ദരമായിട്ട് പോകാൻ പറ്റുന്നുണ്ട്. ഇവിടെ അച്ഛൻ പാരമ്പര്യത്തിൽ പറയുമ്പോൾ അച്ഛൻ നല്ല കുടിക്കാനായതുകൊണ്ട് മോൻ കുടിക്കാനായി പറഞ്ഞ് തീരെ അർത്ഥമില്ല. കാരണം അയാളെ കുടി കണ്ടിട്ട് നമുക്ക് കുടിക്കാം. പക്ഷെ അതുമല്ല, നമ്മള് അതിലേക്ക് വീണുപോയി. കാരണം നമ്മളെ കൂട്ടുകെട്ടും അങ്ങനത്തെ കൂട്ടുകെട്ടായി പോയി, അതുകൊണ്ട് അതിലേക്ക് വീണു. അതുകൊണ്ട് തന്നെ ഇന്ന് നല്ലൊരു പണ്ടത്തെ ശാസ്ത്രത്തിൽ പറഞ്ഞാൽ ചന്ദനം ചാരിയ ചന്ദനം മണക്കും, ചാണകം ചാരിയ ചാണകം മണക്കും. അതുകൊണ്ട് നമ്മളും ചാണകാണ്, വരുന്നവരും ചാണകാണ്. ഇപ്പൊ നമ്മളെന്താ നമ്മൾ ഇപ്പോഴത്തെ ചിന്താഗതിക്കാരും നമ്മളോട് കൂടെ നിൽക്കുന്ന, നമ്മൾ ചേർത്ത് പിടിക്കുന്നതും എന്ന് പറയുന്ന ചന്ദന മരമാണ്. അതാണ്. അത് പിടിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് എനർജി എന്താണ്? ആ ഒരു മണം, ആ ഒരു ചന്ദനത്തിന്റെ ആ ഒരു എനർജി, അത് ഭയങ്കര സംഭവമാണ്. മറ്റുള്ള കണക്കല്ല അത്. അതിന്റെ ഉള്ളിലൂടെ സഞ്ചരിക്കും. നമ്മൾ പുറത്തേക്കൂടെ നമ്മളെ ഗ്രൂപ്പിൽ പറയുന്ന ഒരാൾ പറയുന്നുണ്ട്, വെണ്ണ തേച്ചിട്ട് കുളത്തിൽ പുറത്ത് നടന്നുകൊണ്ട് കാര്യമില്ല, ആ കുളത്തിലേക്ക് വെണ്ണ തേച്ച് തുള്ളണം എന്നാ പറയുന്നത്. വെണ്ണ തേച്ചിട്ട് അതിലേക്ക് ഇറങ്ങണം, അപ്പോൾ മാത്രമേ നമുക്ക് ആ കുളിക്കാൻ എനർജി കിട്ടൂല. അത് കണക്കെ ആ ഒരു ചന്ദനം മുറുക്കെ പിടിക്കണം. അത് നമ്മൾ അതിൽ സൈഡിലേക്ക് പോയപ്പോ ഇന്ന് അടുക്കൂടെ സഞ്ചരിക്കുന്നതിൽ ബോധമൊക്കെ ഇന്നുണ്ട്. കുടിക്കുന്ന സമയത്തെല്ലാം എന്റെ ഭാര്യ ഇത്രയും സ്നേഹിച്ച് എന്റെ ഭാര്യ വന്നിട്ട്, ഞാൻ എത്രയോ പ്രാവശ്യം എന്റെ ഭാര്യ എന്റെ മോനോട് ഞാൻ എന്റെ ഭാര്യ ചോദിച്ചു, മോനെ പിന്നെ നിനക്ക് ഈ അച്ഛൻ കുടിക്കുന്ന സമയത്ത് നിനക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മയുള്ള കാര്യം ഇന്ന് ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്ന കാര്യമാണ്. എന്റെ മോൻ പറഞ്ഞു, പിന്നെ അമ്മ അത് അച്ഛൻ അമ്മയെ തല്ലുന്നയാന്ന് പറഞ്ഞു. എന്നേരം പറഞ്ഞു, അതവള് പറഞ്ഞു തല്ലല് ഏതല്ല എനിക്ക് ഇഷ്ടപ്പെട്ടിനി. എന്നേരം പറഞ്ഞു അച്ഛൻ അമ്മേരെ മുടി പിടിച്ച് താത്തിട്ട് മൂക്കിരി കുഞ്ചിട്ടാണ്. കാരണം എന്റെ ഭാര്യനെ കുളിച്ചിട്ട് മൂക്കിൽ ചൊരിക്കും മൂക്കും കൂടി കുഞ്ചിട്ട് മൂക്കൊന്നും ചോര വന്ന് ചെറിയും പല്ലും കൂടിയിട്ട് ഇതായിട്ട് ആ ചെറി ഇങ്ങനെ ചോര വന്ന് ഒലിച്ചിനി. അതിന്റെ കാരണം ഒരു കാര്യമില്ല. കാരണം എന്ന് വെച്ചാല് എന്റെ ഒന്നിച്ച് 2-3 കുടിയന്മാർ വന്നു. ആ കുടിയന്മാർ വന്നേരം ഞാൻ രാത്രി 11-12 മണിക്ക് വന്നിട്ട് സമയത്ത് ഞാൻ പറഞ്ഞു, ഗ്ലാസ് എടുക്ക്, വെള്ളം എടുക്ക് പറഞ്ഞു. ഓള് പറഞ്ഞു, എനക്കിതല്ല പണി. അപ്പൊ എന്നെ ഇൻസൾട്ട് ആക്കുന്നതല്ലേ. അവർ അടിച്ചു. ഞാൻ അടിക്കുന്ന കണ്ടപാട് അവര് വന്ന ടീം എങ്ങനെ പോയിന്നറിയില്ല, കാറും കൊണ്ട് അവർ വന്നു. ഞാൻ കാറ് തിരിക്കാൻ വരെ എന്റെ വീടിന്റെ മുന്നാവൂല. എങ്ങനെയായാലും സെക്കൻഡ് വെച്ച് അവർ കണ്ടി മൂക്കുന്ന പാഞ്ഞ് പോലെ വരുമ്പോ അവർ പാഞ്ഞു. അതാ പറഞ്ഞത്. എന്നിട്ട് ഞാൻ പിറ്റേ രാവിലെ ഇരിക്കുമ്പോഴേക്ക് ചെറിയൊരു ഇതായി. ഞാനാണെങ്കിൽ സഹതാപം കൊണ്ട് ഞാൻ എന്റെ ഭാര്യയെ കാലിനും കൂടെ പറഞ്ഞു. അത് പറഞ്ഞാലും അവര് പാവങ്ങളാണ്, അവർക്കറിയാം. അവര് എന്റെ ഭാര്യ സാരില്ല, അപ്പൊ അത് ഒഴിവാക്കിയ പാവം. കാരണം അത്ര പോലും ഒരു വിചാരിക്കാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു, ഇനി പറയല മോനെ പറഞ്ഞു, ഇനിയൊന്നും കൊണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, ഇനി പറയല മതി. കാരണം അത്ര പോലും അതെല്ലാം മാറ്റി വെച്ചിരുന്നു. ഞാൻ എന്റെ ഭാര്യ പറഞ്ഞു, എനിക്കത് നീ ഇപ്പോഴും അത് ഓർമ്മിക്കുന്നുണ്ടല്ലേ ഞാൻ പറഞ്ഞു. ഞാനത് ഓർമ്മിക്കുന്നുണ്ട്, പക്ഷെ എന്തായാലും എനിക്ക് നിങ്ങളോട് ഒരു വിരോധമില്ല. കാരണം നിങ്ങൾ എന്നാ ഇത്രയും വർഷം, ഈ 5-8 വർഷക്കാലം നിങ്ങളെ ദ്രോഹിച്ചെങ്കിലും എന്നെ ഈ 2 വർഷം നിങ്ങൾ നോക്കുന്നത് ഏതത്രയാണെന്ന് എനിക്കറിയാം. എനിക്കത് വരുമ്പോൾ സങ്കടം വരുന്നുണ്ട് പറയുമ്പോൾ. കാരണം ഈ 2 വർഷം നിങ്ങൾ എന്നെ നോക്കുന്നത് വളരെ അത്രയും ഞാൻ എന്റെ അടുത്ത് ജീവിതത്തിൽ എനിക്കുണ്ടെങ്കിൽ എന്റെ ഭാര്യ എന്റെ ഒന്ന് ജീവിച്ച അവിടെ എന്റെ ചൊടിച്ചിട്ട് പോകേണ്ടി വന്ന് ഗതികേട് കൊണ്ട് പോയതാണ്. 10 മാസം എന്റെ മോനെയാക്കിയിട്ട് ഇവിടെ പോയിനി. കാരണം നീ വേണ്ട, നിന്റെ മോനും വേണ്ട, നിന്റെ തന്നെ മോൻ നിനക്ക് വേണ്ട പറഞ്ഞിട്ട് പോയിനി. നീ മരിക്കണം, നീ മരിച്ചാൽ പോയി നിന്നെ കാണാൻ പറ്റില്ല പറഞ്ഞിട്ട് എന്റെ ഭാര്യ പോയിട്ടുണ്ട്. ഡൈവേഴ്സിലേക്ക് എല്ലാം ആക്കിയിട്ടുണ്ട്. ഡൈവേഴ്സ് ആക്കിയ സമയത്ത് ഞാൻ വക്കീലിനോട് പറഞ്ഞെന്താ അറിയോ, ഞാൻ വക്കീലോട് പറഞ്ഞു, വക്കീൽ എന്റെ സ്വർണം വരെ ഇവിടെ കൊണ്ടുപോയി എന്നിട്ട് വക്കീലോട് പറഞ്ഞു. അങ്ങനെയാണ് വക്കീലോട് ശരിയാക്കുന്നത്. സത്യത്തിൽ ഇവിടെ സ്വർണ്ണം ഞാൻ പണയം ബുക്ക് ചെയ്തത്. ഞാൻ അത്ര പോലും എന്നിട്ട് ആണെന്ന് വരെ ഞാൻ എന്നിട്ടും എന്റെ സുഹൃത്തുക്കൾ പറഞ്ഞു, നല്ലാശ ഓരോ അഹങ്കാരം കൊണ്ടാ പോയിനി, നീ എന്നാ നിനക്കെന്താ കുറവില്ലത്. നീ ഞാൻ എന്റെ ഭാര്യക്ക് ഡ്രസ്സ് മേടിച്ചു കൊടുക്കും, ഒരു ചുരിദാറിന് 5 ചുരിദാർ മേടിച്ചു കൊടുക്കും. പക്ഷെ മുമ്പാരെ പറഞ്ഞു പിടിയ ഭക്ഷണം മേടിച്ചു കൊടുത്തിട്ട് തച്ചിട്ട് കാര്യമുണ്ടോ, ബിരിയാണി മേടിച്ചു കൊടുത്ത് തല്ലു കൊടുത്ത കാര്യമുണ്ടോ. അത് കണക്കാണ്. എല്ലാം കൊടുക്കും, ഡ്രസ്സും കാര്യങ്ങളും എല്ലാം കൊടുക്കും, അവസാനം തല്ലും കൊടുക്കും. അതായിരുന്നു എന്റെ ഏറ്റവും വലിയ. ഞാനത് പറഞ്ഞു. ഇന്ന് ഞാൻ ഓട് പറഞ്ഞു, എല്ലാം വിട്ടു കേട്ടാ, ഈ 2 വർഷം എനിക്ക് നിങ്ങൾ തന്ന സുഖം ഇത് നിങ്ങൾ അങ്ങോളം കൊണ്ടുപോയത്. എനിക്കൊന്നും വേണ്ട, എനിക്കൊന്നും മേടിച്ചു തരാൻ വേണ്ട. ഇന്നത്തെ സുഖം നമുക്ക് എന്ത് ഉപ്പും പറങ്കിയായാലും തിന്നാനല്ലേ
തിന്ന് ജീവിക്കാം, ഒന്നും പ്രശ്നമില്ല. ഇവൾ അലോൺ മീറ്റിംഗിലും വരുന്നുണ്ട്, അതുകൊണ്ട് തന്നെ കുറച്ച് ഇതിനെപ്പറ്റിയൊക്കെ ധാരണമൊക്കെ ഉണ്ടാകാനും കാരണം അത്ര വരെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ 1 മണിക്കൂർ ഉണ്ടായാലും പറയാം. അത്രയും ജീവിതാനുഭവങ്ങളാണ്, അത്രയും വിഷമങ്ങളാണ് ഇതൊക്കെ പറയാനുള്ളത്. അതൊക്കെ ഞാനൊക്കെ പിന്നെ മുമ്പ് ഞാൻ ഇതൊരു ഒരു പരിപാടി ആദ്യമായിട്ടാണ് എയിൽ വന്നിട്ട് ഇത്രയും സമയം സംസാരിക്കുന്നുണ്ട്. മറ്റേ ഏഴ് പേരുടെ സംസാരിക്കലുണ്ട്. മുമ്പൊക്കെ ഞാൻ നമ്മുടെ നാട്ടിലെ അമ്പലത്തിൽ സെക്രട്ടറി ആയി വർക്ക് ചെയ്തിട്ടുണ്ട്. ധർമ്മശ്രീ മുതുകാട്ടാവ് ക്ഷേത്രം ഒരു ക്ഷേത്രമുണ്ട്, പേരുവേട്ടെ ഉത്തരകേരളത്തിൽ ശബരിമല അറിയപ്പെടുന്ന സ്ഥലമാണ്. ആദ്യത്തെ ആഘോഷ കമ്മിറ്റി സെക്രട്ടറി ഉണ്ടായ സമയത്ത് 2007 ഒട്ടിലുണ്ടായിരുന്നു ഞാൻ. ആ സമയത്ത് പിന്നെ ഏതാ ഡിക്സൺ സോറി ഏതൊരു അത് പറയുന്നില്ല, പേര് വന്ന മോശമാണ്. ഒരു നാടക കമ്മിറ്റിയും ഒരു ഗാനമേളയും രണ്ടും ഉണ്ടായിട്ടുണ്ട്. 7 ദിവസം പരിപാടിയാണ്. അപ്പൊ ഒരു ഗാനമേള വെക്കുന്ന സമയത്ത് അതിനകത്ത് ഒരു പാട്ടുകാരൻ പറഞ്ഞു, ഇവിടുന്ന് സാധനം കിട്ടാൻ 2 പെഗ് കിട്ടാൻ വഴിയുണ്ട്, നാടൻ കിട്ടാൻ വഴിയുണ്ട്, അത് കിട്ടിക്കഴിഞ്ഞാൽ പാട്ട് ഉഷാറാക്കാൻ പറഞ്ഞു. അപ്പൊ ആടിലോ ചങ്ങായി പറഞ്ഞു, നമ്മളെ ഗ്രൂപ്പിൽ അത് നമ്മുടെ സെക്രട്ടറി ചോദിച്ചാൽ മതി, അതിന്റെ ഉസ്താദാന്ന് പറഞ്ഞു. അങ്ങനെ എന്നോട് അയാൾ പറയുക, അയാൾക്ക് ഞാൻ സാധനം മേടിച്ചു കൊടുത്തു, ഞാനും കുടിച്ചു. ലാസ്റ്റിൽ അയാൾ സുഖമായി ഗാനമേള നടത്തി വാദിക്കാൻ പറ്റി. അവസാനം എനിക്ക് സ്റ്റേജ് വിട്ടുകൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. അവസാനം എന്ന് പറഞ്ഞു സ്റ്റേജ്, അപ്പൊ എനിക്ക് സ്റ്റേജ് കയറാൻ പറ്റുമോ? ഞാൻ ആടിക്കളിക്കുകയായിരുന്നു. ഞാൻ അവസാനം പറഞ്ഞു, അവനോട് പറഞ്ഞു, ഒരു പേര് ഞാൻ പറഞ്ഞില്ല കേട്ടോ, നിങ്ങൾ കാര്യം ചെയ്യും, നിങ്ങൾ തന്നെ സ്റ്റേജ് വിട്ടുകൊടുത്താൽ അനൗൺസ്മെന്റ് ചെയ്തു. പക്ഷെ അയാൾ തന്നെ പറഞ്ഞു, ഇത് ഉത്സവാഘോഷ കമ്മിറ്റിയുടെ പേരിൽ പിന്നെ ഇന്ന ഗ്രൂപ്പിന് ഈ ഗാനമേള അവതരിപ്പിക്കുന്നതിന് വേണ്ടി സ്റ്റേജ് വിട്ടുകൊടുക്കുന്നു. കാരണം ആ സ്റ്റേജ് കയറണമെങ്കിൽ 2 കല്ല് വെച്ചിട്ട് അതിനുള്ള സ്റ്റേജിൽ അതിനോട് കയറാൻ പറ്റണ്ടേ, ആവുന്നില്ല. കാരണം അങ്ങനത്തെ അത്ര വരെ അങ്ങനത്തെ ഒരു സ്ഥാനത്തിരിക്കും പോലും എനിക്ക് ഇത് ഒഴിവാക്കാൻ പറ്റിയില്ല. അതിനൊന്നും ചിന്തിക്കൂല. അത്രമാത്രം സങ്കടപ്പെട്ട ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഇതേ കമ്മിറ്റിയിൽ ഉണ്ടാവുന്ന സമയത്ത് തന്നെ നമ്മൾ തീരുമാനിച്ചു, രാത്രി വേദന പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് നോട്ടീസ് അടിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പൊ ഇന്ന് ഭാഗത്തേക്ക് പോവാം, ഒരു ഭാഗം ഒരു വെയിറ്റിംഗ് ഷെഡിന്റെ ഒരു ഏരിയ പിടിച്ചു. ആ ഏരിയ പിടിച്ച സമയത്ത് ഓക്കെ, വൈകുന്നേരം എനിക്ക് വേറൊരു ടീമിന് കിട്ടി. ഞാൻ സുന്ദരമായിട്ട് വെള്ളമൊഴിച്ച് കിടന്നാടെ അറിയോ, നമ്മൾ സ്റ്റാർട്ടിങ് തുടങ്ങാൻ തീരുമാനിച്ച് ആ വെയിറ്റിംഗ് ഷെഡിന്റെ അതിന്റെ ആടെ വെള്ളമടിച്ചിട്ട് ഛർദ്ദിച്ചിട്ട് കിടക്കുന്നു. ഇവർ രാത്രി 12 മണിക്ക് ശേഷമാണ് നമ്മൾ തീരുമാനിച്ചത്. ആടെ ശല്യമില്ലാണ്ട് ഒട്ടിക്കാലോ. ആ സമയത്ത് ഇവരെന്നെ വിളിച്ച് സ്വിച്ച് ഓഫ്. അപ്പൊ അവരോ നമുക്ക് തുടങ്ങാം, അതിൽ വരുമായിരിക്കും. പോകുമ്പോഴത്തേക്ക് ഞാൻ സുന്ദരമായിട്ട് ഛർദ്ദിച്ചിട്ട് കിടക്കുന്ന വെയിറ്റിംഗ് ഷെഡിൽ. എന്തായിരിക്കും അവസ്ഥ? കാരണം അത്ര പോലും ഒരു വൃത്തികെട്ട ജീവിതം ഉണ്ടായിരുന്നു. ഇന്ന് സുന്ദരമായിട്ട് ജീവിക്കുമ്പോൾ എന്തൊരു സുന്ദരമായ ജീവിതം അറിയുന്നു. നമ്മൾ സാമ്പത്തികമായിട്ട് പ്രശ്നങ്ങളെല്ലാം ഉണ്ട്, പക്ഷെ എങ്കിലും മനസ്സമാധാനം കൊടുക്കുക, അതന്നെയാണ് ഏറ്റവും വലിയ നമ്മളെ. അതല്ലോ എന്റെ ഭാര്യ, എന്റെ കുടുംബം. ഞാൻ ഏറ്റവും കൂടുതൽ അത് ഞാൻ പറഞ്ഞ കാര്യം, 6 വർഷമായിട്ട് എന്റെ ഭാര്യ വീട്ടുകാരായിട്ട് ഒരു ബന്ധുവില്ലാതെ ഞാൻ ലാസ്റ്റില് ഈ ഒരു അവസാന ഘട്ടത്തിൽ എന്റെ ഭാര്യ ചെറിയൊരു ആക്സിഡന്റ് കാലിന് പറ്റി. അപ്പോ ഞാൻ എന്റെ ഭാര്യയോട് പറഞ്ഞു, എന്ത് തന്നെ ആയാലും നിന്റെ അച്ഛനും നിന്റെ വീട്ടുകാരുടെ ഒരു ബന്ധുക്കൾക്ക് ഉണ്ടാവില്ല. കാരണം ഞാൻ ഇവർ ചീത്ത വന്ന് അവർ എന്നെ ഇവരൊന്നും പുറത്തൊന്നുമില്ല, ഇവർക്ക് അവരെ ഇഷ്ടമല്ല. കാരണം അത്രമാത്രം ഞാൻ അതിന്റെ ചെറിയൊരു കാരണം ഞാൻ പറയാം. ഞാൻ ഇവളെ വീട്ടിൽ പോയിട്ട് ഇവളെ തല്ലുമ്പം ഇവളെ അമ്മ എന്ത് ചെയ്തു വെച്ചാല് ആ വടി മേടിച്ചിട്ട് എന്റെ തലക്കടിച്ചു, തലക്ക് പൊട്ടി എന്റെ. അപ്പൊ ഞാൻ എല്ലാവർക്കും എന്ത് പറഞ്ഞു, ആ പെണ്ണുങ്ങൾ എന്റെ തലക്കടിച്ചു, ഒരു വേറെ വീട്ടിൽ പോയി ഇങ്ങനെ ചെയ്യേണ്ടത്. അതുകൊണ്ട് അത് മാത്രം ഞാൻ മുറുക്കെ പിടിച്ചു. ഇനി ഞാൻ മേലെ ആ വീട്ടിൽ പോകില്ല. അങ്ങനെ 5-6 വർഷം ആ വീട്ടിൽ പോകണമെന്നു. ലാസ്റ്റിലെ മധ്യമധ്യക്ക് ഇപ്പൊ 1.5 കൊല്ലം കഴിഞ്ഞ പിന്നെ ഇപ്പൊ 2 കൊല്ലം ഇപ്പൊ ഏപ്രിൽ കഴിഞ്ഞ പിന്നെ അച്ഛൻ മുപ്പർ ഇങ്ങനെ സമയം അതിക്രമിക്കുന്നുണ്ടാ? ഇല്ല പറയാം. അപ്പോ ആ ലാസ്റ്റ് അച്ഛൻ ഒരു ആക്സിഡന്റ് പറ്റിയിട്ട് ആശുപത്രിയിലായിരുന്നു പറഞ്ഞു. അപ്പൊ ഞാൻ ജീനോട് പറഞ്ഞു, ജീന നമുക്ക് അച്ഛന് അപ്പൊ എന്റെ ഭാര്യ പറഞ്ഞറിയാം, വേണ്ട നിങ്ങൾ അങ്ങനെ താണു കൊടുക്കുന്നു വേണ്ട, എന്തിനാ ആവശ്യമില്ലത്, നിങ്ങൾ ഇപ്പൊ ക്ലിയർ ആയില്ലേ, നിങ്ങൾ അച്ഛനാവും നോക്കണ്ട, നമുക്ക് ഇവിടെ സുന്ദരമായി നിൽക്കാം. എന്റെ വീട്ടിൽ 2 കിലോമീറ്റർ ആ വീട്ടിലേക്ക് വരും. 6 വർഷമായിട്ട് ഞാൻ വീട് ബന്ധമില്ല. ഞാനൊരു അനാഥാലയത്തിന് ഒരു പെണ്ണെടുത്ത് കഴിച്ചു കണക്കാണ്. ഞാൻ പറഞ്ഞു, ഇനി നടക്കൂല, എനിക്ക് പ്രശ്നമില്ല, ഞാൻ താണു കൊടുത്തോളാം, ഞാൻ ചെയ്ത് തെറ്റല്ലേ, നിങ്ങൾ അന്നിങ്ങനല്ലേ പറഞ്ഞു. ഞാൻ അന്ന് പറഞ്ഞ വീട് ഇന്ന് ഞാൻ പറയുന്നത് എന്താന്ന്, ഞാനാണ് ആദ്യം ചീത്ത പറഞ്ഞു. ഞാൻ വിളിച്ചു, ഞാൻ അമ്മയെ ഞാനല്ലേ വിളിച്ചു, ആദ്യം ഇവിടെ വിളിച്ചു പറഞ്ഞു, അമ്മയുടെ ഇടയിൽ ചോദിച്ചു, അതുപോലെ ഇവിടെ വന്ന സ്ഥലത്തുണ്ട്, അമ്മ ഒരു കാര്യം ഇങ്ങോട്ട് വാ അതും സംഭവം അവിടെ നൽനാശനില്ലേ, നൽനാശനുണ്ട്, നൽനാശം പറഞ്ഞു പറഞ്ഞു അമ്മ ഓട്സാക്കി വന്നു, ഇവിടെ വന്നു. അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മ ഇങ്ങനെ വെള്ളത്ത് പറ്റിയാന്ന് പ്രശ്നമില്ല, അങ്ങനെ ഓക്കെയാന്ന് പറഞ്ഞു. ഞാൻ അമ്മേരെ അവിടെ ഇവിടെ ഇല്ല, അമ്മക്കില്ല, ഇവിടുന്ന് കപ്പയും ചീനിയും കപ്പയെല്ലാം കൊടുത്തു അമ്മേരെ വീട്ടിൽ കൊണ്ടാക്കി. എന്റെ വീട്ടിൽ അച്ഛൻ ഇങ്ങോട്ട് വന്നു. ഇപ്പൊ ആ വീട്ടിലെ കാര്യങ്ങൾ, അളിയന്റെ കല്യാണ നിശ്ചയത്തിന് ഞാൻ പോയി. ഇപ്പൊ അളിയൻ മിലിറ്ററിയിലാണ്, മിലിറ്ററിയിൽ തന്നെ വിളിക്കും. ആ വീട്ടിലേക്ക് വരുന്ന എല്ലാ കാര്യങ്ങളും, അവിടെ വേറെ ആളില്ല, അച്ഛനും അമ്മയല്ലോ, അനിയമുപ്പർ മിലിറ്ററിയിലാണ്. ഇപ്പൊ അളിയൻ വിളിച്ചു വെച്ചതല്ലോ, എല്ലാ ദിവസവും വിളിക്കും. ഈ 6 വർഷമായിട്ട് ഈ അലിമുപ്പർ എന്നെ വിളിക്കില്ല. ഇവരെ വിളിച്ചാല് ഞാൻ ഉണ്ടെന്ന് കട്ടാക്കും.
കാരണം എനിക്ക് മത്തായിരിക്കും, മത്താന്ന് ഞാൻ എന്റെ അച്ഛനും മക്കളും പറയും. ആ ഒരു ഇത് ഇന്നിപ്പോ എന്നെ വിളിച്ച് എന്റെ ഫോണിലേക്ക് വിളിക്കില്ല, ഇപ്പൊ നിങ്ങളെ ഫോണിലേക്ക് വിളിക്കില്ല, എന്റെ ഫോണിലേക്ക് വിളിച്ച് പറയും പിന്നെ പെങ്ങ കൊടുത്ത് അളിയ ആ അറിയില്ല. കാരണം ആ ഒരു ബന്ധം എല്ലാം എന്നെ ഏൽപ്പിച്ചു. ഇന്ന് വില്ലേജ് പോയിട്ട് ഡിഗ്രി അടക്കൽ പിടി എല്ലാം അളിയ അങ്ങ് ചെയ്തത്, അച്ഛനെ പറഞ്ഞേക്കണ്ട, അളിയൻ പോയിട്ട് ചെയ്യണത് ചെയ്തു. എല്ലാ കാര്യങ്ങളും ഇനിയിപ്പോലെ കല്യാണത്തിനുള്ള ഗോൾഡ് അളിയും കൊണ്ട് അളിയൻ പിന്നെ ഇപ്പൊ 10% ഒരു ഇങ്ങനെ ബുക്കിംഗ് എല്ലാം ഉണ്ട്, അത് അളിയൻ ചെയ്യണം. അപ്പൊ എല്ലാം എന്നെയാണ് അത്. ആ ഒരു ബന്ധം ഇന്ന് എനിക്ക് സ്ഥാപിക്കാൻ വേണ്ടി പറ്റി. അതെന്തുകൊണ്ടാണ് വിട്ടുകൊടുക്കല്? നമ്മൾ അവരോട് വാശി പിടിക്കുന്നത് ഞാൻ തെറ്റുകൾ ചെയ്തത് ഞാൻ എന്ത് ഞാൻ അവരോട് വാശി പിടിക്കുന്നത്? ഒരു പ്രശ്നമില്ല. അപ്പോഴേക്ക് ഞാൻ പറഞ്ഞ സന്തോഷം, അച്ഛനാണ് കോയിലാക്കി, അച്ഛൻ ഇങ്ങനെ എന്നോട് വല്ലാത്തൊരു ഒരു എന്താ പറയേണ്ടത്, അവർക്ക് ആകെ ഒരു എന്തോന്ന് സംഭവിച്ചാണ്, വീട്ടിലേക്ക് ഒരു ലോട്ടറി അടിച്ചടക്കാണ് അവരിത്. അത്രമാത്രം ഭാഗ്യം ലഭിച്ചു എനിക്ക്. ഞാൻ ഇല്ലെങ്കിൽ ചിലപ്പോൾ കുടി നിർത്തുമായിരിക്കും, പക്ഷെ ഞാൻ ഈ വിട്ടുവീഴ്ച തയ്യാറാവില്ല. ഏന് വന്നത് കൊണ്ടെന്നാണ് ഈ ഒരു പാഠം ഞാൻ പഠിച്ചു. വെറും വെള്ളമടി നിർത്ത പരിപാടിയല്ല ആൾക്കാർക്ക്. ഏന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജീവിതം മാറ്റിമറിക്കുന്ന പരിപാടിയാണ്. ഒന്നും ആരും പറയുന്നില്ല അല്ലാതെ നീ ഇങ്ങനെ പെരുമാറണം ഒന്നും ആരും പറഞ്ഞു തരുന്നില്ല. പക്ഷെ എല്ലാ ജീവിത അനുഭവങ്ങളും ഓരോരുത്തർ പറയുമ്പോൾ അതിൽ നമ്മൾ പഠിക്കും, പാഠങ്ങൾ പഠിക്കുന്നതിൽ ഓരോ അനുഭവങ്ങൾ പഠിച്ചു വരുന്നതാണ്. അത് ശരിക്കും എന്റെ ജീവിതത്തിൽ എനിക്ക് ഇന്ന് അത് കിട്ടിയ ഏറ്റവും ഭാഗ്യം തന്നെയാണ്. ഇന്ന് എനിക്ക് കുടുംബം, 2 കുടുംബങ്ങൾക്ക് കിട്ടി. എന്റെ അമ്മ എനിക്ക് ഏറ്റവും വലിയ ആകെ എന്റെ അമ്മ. എന്റെ അമ്മയെ ഇന്ന് പറയും എന്റെ മോനെ ഈ ഒരു ഇതിൽ പെട്ടത് കൊണ്ട് രക്ഷപ്പെട്ടു. എന്റെ വീട്ടില് വന്ന് 7 മെമ്പർ ഉണ്ട്. ഏത് പേര് പറഞ്ഞത് തെറ്റുന്നില്ല, നമ്മുടെ രാജേഷേട്ടനാണ്. ഒരു 10-15 വർഷമായി. നമുക്ക് പേര് പറഞ്ഞു പോകാൻ എനിക്കറിയാം, എങ്കിലും പറയാം. നമ്മള് എന്റെ വ്യക്തികൾ പ്രാധാന്യം ഇല്ലെങ്കിലും എന്നെ ഒരുപാട് സ്വാധീനിച്ച വ്യക്തിയാണ്. സത്യങ്ങൾക്ക് തന്നെയാണ് മുൻതാണെങ്കിലും പിന്നെ വ്യക്തികൾ പ്രാധാന്യം ഇല്ലെങ്കിലും എന്നെ ഒരുപാട് സ്വാധീനിച്ച വ്യക്തി. എന്റെ ഭാര്യയിലും വീട്ടിലേക്കുള്ള പേരിലും എന്റെ അമ്മയോട് പറഞ്ഞു, അമ്മയെ നിങ്ങൾ പേടിക്കണ്ട. എന്റെ അമ്മ 2 മണിവരെ ഞാൻ വരാൻ വേണ്ടിയിട്ട് ഉറപ്പ് വെച്ചിട്ടുണ്ട്. എന്നെ ആരെങ്കിലും എടുത്തുകൊണ്ട് വീട്ടിൽ കയറ്റുന്നത് അതുവരെ എന്റെ അമ്മ ഉറങ്ങൂല. എന്റെ അമ്മ ഭക്ഷണം ആക്കിയിട്ട് വെച്ചു. ആ ഭക്ഷണം പിന്നെ ഞാൻ കഴിക്കൂല. ആ ഭക്ഷണം എടുത്തിയാടേണ്ടി വരും. എന്ത് ഭക്ഷണമാക്കിയാൽ അമ്മ ഒരു നടി വരട്ട്. കാരണം എല്ലാവർക്കും വെച്ചാലും അവരെ ഓഹരി മാത്രമേ അവർക്ക് കൊടുക്കൂല. എന്റെ ഓഹരി എടുത്താടെ വെക്കും. എനിക്ക് പിറ്റേ രാവിലെ എന്റെ ഓഹരി എടുത്ത് ചാടും. കാരണം അത് സാധനം പോയില്ലേ. കാരണം ആ ഒരു അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് ഇന്ന് എന്റെ തറവാട്ട് വീട്ടിലേക്ക് എല്ലാ കാര്യങ്ങളും ഞാൻ ആത്മാർത്ഥയോട് കുറിച്ച് അന്ന് ഞാൻ ചെയ്യും. അന്ന് ചെയ്തിട്ട് ഞാൻ പറയും, അധികം വർത്താനം പറയണ്ട, ചെലവ് ഞാനാ ചെയ്യുന്ന പറയും. ഇന്ന് ഞാൻ അത് പറയില്ല. ഇന്ന് ഞാൻ നല്ല എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുമ്പോൾ തന്നെ ആത്മാർത്ഥയോട് ചെയ്യും. എന്റെ അമ്മയാണ് അത്. എന്റെ അമ്മക്ക് ഇന്ന് ഞാൻ നല്ല സന്തോഷം കൊടുക്കുന്നത്. മദ്യപിക്കുന്നില്ലാണ്ട് സുബോധവും എന്റെ അമ്മ ഇന്നലെ കൂട്ടി ഞാൻ ഹോസ്പിറ്റലിൽ പോയി ഷുഗറും പ്രഷറും ഒക്കെ ചെയ്തു. എന്റെ നല്ല സുഖം എന്ന് വെച്ചാല് വിളിപ്പുറത്ത് ഞാൻ ഉണ്ടാവും. നല്ല സന്തോഷം തന്നെയാണ്. അതുപോലെ തന്നെ എന്റെ ഭാര്യ, എന്റെ കുഞ്ഞ്, എന്റെ മോനെല്ലാം നല്ല സന്തോഷം. ഇന്നിപ്പോ കേക്ക് മുറിച്ചു ഇവിടെ വീട്ടിൽ വെച്ചിട്ട്. നാളെ നമ്മള് ശാന്തി തീരം പയ്യന്നൂർ ഇവിടെ വെച്ചിട്ട് ടോക്കൺ മേടിക്കുന്നുണ്ട്. പിന്നെ ഇന്ന് ഷാഹിദ് സാറിന്റെ പിന്നെ ഒരു സമ്മാനം കഴിച്ചു. എന്ത് തന്നെയായാലും സുഹൃത്തുക്കളെ വളരെ ഭാഗ്യം ചെയ്ത ജന്മം തന്നെയാണെന്ന് ഇത്രയ്ക്ക് ബോധ്യമുണ്ട്. പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്, ബാങ്ക് ലോണും കാര്യങ്ങളെല്ലാം ഉണ്ട്. എന്ത് തന്നെ ആയാലും അതൊന്നും എന്താ വെച്ചാൽ അത് വെച്ച് ഞാൻ വെള്ളം കുടിച്ചോട് കാര്യമില്ല. കാരണം എനിക്ക് എന്തായാലും ഞാൻ പഴയയിലേക്ക് പോകണമെന്നില്ല, ആഗ്രഹം എനിക്കില്ല. നാളെ ഞാൻ എന്താവുന്ന എനിക്ക് അറിയില്ല സുഹൃത്തുക്കളെ. പക്ഷെ എന്തായാലും അറിഞ്ഞും കൊണ്ട് ഞാൻ ഈ വിപത്തിലേക്ക് എനിച്ചാടില്ല. കാരണം അനുഭവം ഏറ്റവും വലിയ എന്നെ പോലെ അനുഭവമില്ല ആളിന് എനിക്കറിയില്ല. ഓവുചാലിൽ വരെ ഞാൻ കടന്നിട്ടുണ്ട്. ഓവുചാലിൽ കടന്നിട്ട് എന്റെ വണ്ടി റിവേഴ്സ് വന്നിട്ട് എന്നെ അടുത്ത് പൊക്കിയിട്ടുണ്ട്. നമ്മുടെ വീടിന്റെ അടുത്ത് ഓട്ടോഷക്കാരൻ, നമ്മുടെ സുഹൃത്ത് ഓട്ടോഷ റോഡ് സൈഡിൽ കിടക്കുന്നത് കണ്ടിട്ട് റിവേഴ്സ് വന്നിട്ട് അപ്പോഴേക്കും ബൈക്കും കൊണ്ട് വീണിട്ട് ആ ഇരുവിലേക്ക് വീണിനി റോഡ് സൈഡിലെ ചാലിലേക്ക്. എന്നിട്ട് എന്നെ എടുത്ത് നോക്കുമ്പോൾ ഫുൾ മുറിഞ്ഞു. എന്റെ ലോക്കത്തെ പോവാ. ഞാൻ പറഞ്ഞു നിങ്ങൾ എന്നെ കയറ്റിയിട്ട് ഇടി നിങ്ങൾ വിട്ടുപോകുന്നു. അങ്ങനെ പിന്നെ മദ്യപിച്ചും ഭർത്താനം പറഞ്ഞ് കേൾക്കൂലല്ല. അങ്ങനെ എന്നെ അയാൾ കയറ്റി ഞാൻ ആ ബൈക്കും കൊണ്ട് ആദ്യം പോയിട്ട് ഒരു കുടിവെള്ള സ്ഥലത്തേക്ക് പോയി. ആടെ തന്നെ അവർ കൊണ്ടുപോയിട്ട് സ്റ്റിച്ചിട്ടിട്ടുണ്ട്. കാരണം അത്രമാത്രം എല്ലാവരും കൊണ്ട് പറയിച്ച് നാശകോശമായ ജീവിത രീതിയിൽ നിന്ന് ഇന്ന് സുന്ദരമായിട്ട് മനസമാധാനത്തിൽ കൊടുത്ത് ഇന്ന് 11 മണിക്ക് 11:45 ഈ 11:45 ഇത്ര നല്ല ഇൻട്രസ്റ്റോട് സംസാരിക്കുന്ന എനിക്ക് തലവേദനയില്ല, ഒരു ഉറക്കില്ല. ഇന്നലെ ഞാനപ്പോ ഉറങ്ങി. ഈ 12 മണിക്ക് ഇന്നലെ അവിടെ എത്തിയത്. എന്ത് പ്രശ്നമില്ല, ഒന്നുമില്ല. നല്ല സുഖം, സന്തോഷം, സമാധാനത്തോടു കൂടിയല്ലേ പോകുന്നത് നമ്മള്. എത്ര സന്തോഷത്തോടെ പോകുന്നത്. ഇന്നിപ്പോ എത്ര ഓജസ്സോടു കൂടിയാണ് സംസാരിക്കുന്നത്. ഒരു തലക്കനുണ്ട്, ഒരു തലക്കുത്തുണ്ടാ. എന്റെ ഭാര്യയും കുഞ്ഞും അപ്പുറം കിടന്നുറങ്ങുന്നുണ്ട്. എത്ര സുഖത്തിലാവും കിടന്നുറങ്ങുന്നു. മറ്റെന്താന്ന് ഞാൻ എങ്ങനെ കിടന്നുറങ്ങല്. എന്റെ മോൻ എന്റെ അമ്മയോട് പറയും, അല്ല എന്റെ ഭാര്യയോട് പറയും, ആദിഷ് പറയും, എന്റെ മോൻ പറയും പിന്നെ അമ്മയെ മിണ്ടല്ലേ, അച്ഛൻ പേരുന്നില്ല മിണ്ടല്ലേ. ആണ് അടി ഉറപ്പാന്ന് മിണ്ടിയാല് ഒരു മിണ്ടടക്കുകയും ചെയ്യില്ല. അമ്മ അന്ന് അച്ഛൻ പറഞ്ഞോട്ടെ, മിണ്ടല്ല അമ്മേ, ഇന്ന് പറഞ്ഞോട്ടെ അമ്മേ. വളരെ സുഖം. രാവിലെ എന്റെ മോൻ എന്നോട് പറഞ്ഞ വാക്കുന്ന രാവിലെ അച്ഛനവിടെ പോന്ന് നിൽക്കും. അച്ഛന്റെ അച്ഛ ഇന്ന് ഒരു ദിവസം കുടിക്കാണ്ട് അച്ഛ. ആയിക്കോട്ടെ അച്ഛ. ഓന്റെ ഒരു ആഗ്രഹം നോക്കണം നിങ്ങള്. ഓനൊന്നും വേണ്ട, വണ്ടി വേണ്ട, സാധനവും വേണ്ട. അച്ഛ ഇന്ന് ഒരു ദിവസം അച്ഛൻ കുടിക്കാണ്ട്.
സുഖമില്ലാത്തൊരു മോനാ പറഞ്ഞത്. അങ്ങ് വൈകല്യമില്ല ഒരു മോനാ പറഞ്ഞത്. ഇത്രമാത്രമേ മോനെ ആഗ്രഹമുള്ളൂ. ഇന്നും എന്റെ മോനി വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. ഇന്നും എന്റെ മോൻ എന്നാ പോലെ അറിയാം. എന്റെ മോന് ചെറിയ ആഗ്രഹങ്ങൾ, ചെറിയൊരു ചിപ്സ്, കായ്പോള്. ഇതിന്റെയൊക്കെ എന്റെ മോനി ഞാൻ അങ്ങനെ പറഞ്ഞല്ലോ, അവൻ ഇങ്ങനെ ഒരു വണ്ടി വന്നിട്ട് ഞാൻ ഒരു മോട്ടറിൽ മറ്റേ വർക്ക് ചെയ്യുന്ന എന്താ പറയുക ഇലക്ട്രിക് മോട്ടറിൽ ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്ന ഒരു സൈക്കിൾ ഞാൻ മേടിച്ചു കൊടുത്തു. 10,500 രൂപ. അതിന്റെ വില അറിയാൻ വേണ്ടി പറഞ്ഞല്ലോ. 10,500 രൂപ സാധനം എന്തെങ്കിലും കൊണ്ട് മേടിച്ചോട്ടെ അറിയാം. ഓനിങ്ങനെ ഈ ഇതിൽ കണ്ടിട്ട് പറഞ്ഞു, അച്ഛാ ഇങ്ങനെ വണ്ടിയുണ്ട്, ഇത് വലിയ പൈസയൊന്നും എനിക്കറിയില്ല അച്ഛാ. ഞാൻ പറഞ്ഞു മോനെ, ഞാൻ സങ്കടപ്പെട്ടു. കഴിഞ്ഞാൽ ഓന്റെ ആഗ്രഹങ്ങൾ അത്രയേ ഉള്ളൂ. ഓന് ചെറിയ തോക്കും, അതല്ല ഓന്റെ ആഗ്രഹം. ഞാൻ പറഞ്ഞു ഓക്കെ, നീ അത് അന്വേഷിക്കണ്ട. അച്ഛൻ മദ്യപിക്കുന്ന സമയത്തില്ലേ ഒറ്റ ദിവസത്തെ ചെലവേ ഇല്ല മോനെ, ഞാൻ എനിക്ക് വാങ്ങിത്തരും. എന്റെ മോനെ വാങ്ങിക്കൊടുത്തു, കുറച്ചാളെ വാങ്ങിക്കൊടുത്തിട്ട് ഓൻ സന്തോഷവാനാണ്. ഓനെ ഒരുപാട് ആഗ്രഹം. ഓൻ എന്നെ മനസ്സിലാക്കി ജീവിക്കുന്ന ഒരു മോനാണ്. വൈകല്യങ്ങൾ പ്രശ്നങ്ങൾ എന്റെ മോനുണ്ട്. എന്താണ് സുഹൃത്തുക്കളെ, ജീവിതം എനിക്ക് നല്ലൊരു ജീവിതം തന്ന പേര് എനിക്ക് മറക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഗ്രൂപ്പിൽ, ഞാൻ ഒരു ദിവസം 3-4 ഗ്രൂപ്പിൽ കയറുന്ന എന്തുകൊണ്ടാ വെച്ചാല് എന്റെ സന്തോഷം, അതായത് എന്റെ കുടുംബം ഇന്ന് എന്റെ ഭാര്യ മനസ്സിലാക്കുന്നുണ്ട്. എന്റെ അമ്മക്ക് അധികം അറിയില്ല, അമ്മ പ്രായ അമ്മയാണ്. അമ്മയോട് ചോദിച്ചു, മോനെ എത്ര കാലം എനിക്ക് ഈ ഗ്രൂപ്പിൽ പോകണം എന്റെ അമ്മയോട് ചോദിച്ചത്. ഞാൻ പറഞ്ഞു, അമ്മേ അങ്ങനെയൊന്നുമില്ല, നമുക്ക് കുടിക്കാണ്ടിരിക്കുമ്പോൾ കുറെ കാലം ഇങ്ങനെ പോകണം. ആയിക്കോട്ടെ, എന്തായാലും നീ എന്തായാലും മറ്റേ അലമ്പ ടീമിൽ പോകുന്നില്ലല്ലോ, അപ്പൊ അതിലല്ലേ പോകുന്നില്ലു. അതെന്റെ അമ്മക്ക് സന്തോഷമുണ്ട് സുഹൃത്തുക്കളെ. ഇന്നും എന്റെ അമ്മ മനസ്സമാധാനം അവിടെ കടന്നുറങ്ങുന്നുണ്ട് നേരത്തെ കാലത്ത്. അതുപോലെ തന്നെ എന്റെ ഭാര്യയും കുഞ്ഞപ്പുറം കടന്നുറങ്ങുന്നുണ്ട് സുഹൃത്തുക്കളെ. എല്ലാവർക്കും സുഖം. ഞാൻ എന്താ പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു, നല്ലൊരു സംസാരിച്ച് തോന്നുന്നു. എന്തു തന്നെ ആയാലും എന്റെ അനുഭവങ്ങളാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ഈ ഒരു അനുഭവം എല്ലാം ഒരുപാട് ആൾക്ക് ഇങ്ങനത്തെ അനുഭവം ഉണ്ടാവും. എന്തു തന്നെ ആയാലും സുഹൃത്തുക്കളെ, ഞാൻ എന്റെ ജീവിതം ഞാൻ വളരെ സന്തോഷത്തോടെ ഞാൻ ജീവിക്കുന്നുണ്ട്. എനിക്ക് ഈ ജീവിതം തുറന്നു കിട്ടാൻ വേണ്ടി നിങ്ങളെല്ലാം പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് നല്ലൊരു ജീവിതം, ഏതൊരു സഞ്ചരിച്ച് നല്ലൊരു ജീവിതം ഉണ്ടാകാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്ന സുഹൃത്തുക്കളെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഷെയറിംഗ് നിർത്തുന്നു. വളരെയധികം നന്ദി അല്ലാഷൻ ചേട്ടൻ, വളരെ നന്ദി. അദ്ദേഹം 2 വർഷം ആൽക്കഹോളിക്സ് അനോണിമസിലൂടെ പൂർത്തീകരിച്ചതിനെ കുറിച്ചാണ് നമ്മളോട് സംസാരിച്ചത്. അദ്ദേഹത്തിന്റെ ഒരു അനുഭവവും അദ്ദേഹത്തിന്റെ ആ സന്തോഷവും എല്ലാം അദ്ദേഹം പങ്കുവച്ചു. വളരെയധികം നന്ദി. ഇന്ന് നമ്മളോടൊപ്പം പുതിയതായിട്ട് USA നിന്ന് ടോം ചേർന്നിട്ടുണ്ട്. ആൽക്കഹോളിക്സ് അനോണിമസിലെ ആദ്യം